ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا له فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وبعد فيقول المصنف الإمام المجدد العلامة الشيخ محمد بن عبد الوهاب في كتابه العظيم كتاب التوحيد باب ما جاء في من لم يقنع بالحلف بالله عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال لا تحلفوا بآبائكم من حلف بالله فليصدق ومن حلف له بالله فليرضى ومن لم يرضى فليس من الله رواه ابن ماجه بسند حسن فيه مسائل الأولى النهي عن الحلف بالآباء الثانية الأمر للمحلوف له بالله أن يرضى الثالثة وعيد من لم يرضى സഹോദരന്മാരെ 42-ാമത്തെയും 43-ാമത്തെയും അധ്യായങ്ങൾ ബിഇദ്നില്ലാഹ് ഇന്ന് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 42-ാമത്തെ അധ്യായം മാ ജാഅ ഫീ മൻ ലം യഖ്നഅ ബിൽ ഹലിഫി ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുൻനിർത്തി സത്യം ചെയ്ത് പറഞ്ഞിട്ട് ഒരാൾ അത് തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ അയാളുടെ കാര്യമെന്താ, അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന അധ്യായമാണ്. ഈ മസ്അലക്ക് തൗഹീദുമായി ശിർക്കുമായി ബന്ധമുള്ളതുകൊണ്ടാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് കിതാബ് തൗഹീദിന്റെ മസായിലുകളിൽ ഇത് ഉൾപ്പെടുത്തി ഒരു പ്രത്യേക അധ്യായമായി ചേർത്തിട്ടുള്ളത്. ഒന്ന്, സത്യം ചെയ്യുക. 2, അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുക. അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുമ്പോൾ എന്തേ സത്യം ചെയ്യാൻ പാടുള്ളൂ. 4, അങ്ങനെ ഒരാൾ സത്യം ചെയ്തു കഴിഞ്ഞാൽ ആരോടാണോ സത്യം ചെയ്തത് അയാളത് സ്വീകരിക്കാൻ ബാധ്യസ്ഥനാണ്, തള്ളാൻ പാടില്ല. ഇത്രയും കാര്യങ്ങൾ. ഇത് തൗഹീദുമായി ബന്ധപ്പെടുന്നത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരെ കൊണ്ട് സത്യം ചെയ്യുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പിതാക്കളെ കൊണ്ട്, മഹാന്മാരായിട്ടുള്ള പിതാക്കളെ മുൻനിർത്തി സത്യം ചെയ്യുന്ന രൂപമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിലപ്പോൾ കഅബയെ മുൻനിർത്തി സത്യം ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ തഅ്ളീമിന്റെ ബാബിലാണ് ഉൾപ്പെടുന്നത്.
എന്താണ് തഅ്ളീം? തഅ്ളീം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേക വികാരമാണ്. തഅ്ളീം ഉണ്ടാകണമെങ്കിൽ മഹബ്ബ, അങ്ങേയറ്റത്തെ അപരിമേയമായ സ്നേഹം ഒന്നിനോട് തോന്നണം. അതിനോട് മാത്രമേ തഅ്ളീം തോന്നുള്ളൂ. ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഒരു വസ്തുവിനോട് നമുക്ക് സ്നേഹമില്ലെങ്കിൽ, കോപമാണെങ്കിൽ, വെറുപ്പാണെങ്കിൽ അതിനോട് ഒരിക്കലും നമ്മുടെ മനസ്സിൽ തഅ്ളീം എന്നുള്ള വികാരം ഉണ്ടാകില്ല. രണ്ടാമത്തേത്, തഅ്ളീം എന്നുള്ള വികാരം ഉണ്ടാകണമെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ ഗുണം പ്രതീക്ഷിക്കണം. അത് ഉയർന്ന അളവിൽ, ഏറ്റവും ഉയർന്ന അളവിൽ നന്മകൾ പ്രതീക്ഷിക്കണം, റജാഅ് വേണം. മൂന്നാമത്തേത്, ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് തിന്മ ഉണ്ടാകുമെന്ന് അങ്ങേയറ്റത്തോളമുള്ള ഭയപ്പാട് വേണം, ഖൗഫ് വേണം. റജാ, ഖൗഫ്, മഹബ്ബ, ഈ മൂന്ന് വികാരങ്ങളും അതിന്റെ പൂർണ്ണതയും നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് ആ വസ്തുവിനോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് തഅ്ളീം, അതിനോടുള്ള ഒരു വന്ദനാ മനോഭാവം നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്നത്. കഅബ, ആ കഅബയെ സംബന്ധിച്ചിടത്തോളം ജാഹിലിയ്യ കാലഘട്ടത്തിൽ അറബികൾ കണ്ടിരുന്നത് ഈ വിധത്തിലാണ്. അതിനെ വളരെയധികം അവർ സ്നേഹിച്ചിരുന്നു. അതിനപ്പുറം ഒരു സ്നേഹമല്ല. കഅബയുടെ അരികിൽ ചെന്നിട്ടുണ്ടെങ്കിൽ, അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും നിറവേറ്റി കിട്ടും എന്ന തികഞ്ഞ പ്രതീക്ഷ കഅബയെക്കുറിച്ച് അവർക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ വല്ല തരത്തിലുമുള്ള ഇൽഹാദുകൾ, ഏതെങ്കിലും തരത്തിലുള്ള ധർമ്മലംഘനങ്ങൾ കഅബയുടെ പരിസരത്ത് വെച്ച് ചെയ്താൽ അതിന് കടുത്ത ശിക്ഷ ലഭിക്കും എന്നുള്ള ഭയപ്പാടും അവർക്കുണ്ടായിരുന്നു. ഈ മൂന്ന് വികാരവും കഅബയോട് നിലനിൽക്കുന്നത് കൊണ്ടാണ് കഅബയോട് അവർക്ക് തഅ്ളീം ഉണ്ടായിരുന്നത്. ആ തഅ്ളീം എന്ന മനോഭാവം വന്നപ്പോൾ അവർ സത്യം ചെയ്യാൻ കഅബയെ ഉപയോഗപ്പെടുത്തും. വൽ കഅബ, കഅബ തന്നെയാണ് സത്യം എന്ന് പറയാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിതാക്കന്മാരോട് ഈ തരത്തിലുള്ള ഒരു വന്ദനാ മനോഭാവം അവർ നിലനിർത്തിപ്പോന്നിരുന്നു. ഒരു ഗോത്രം, കബീല, ആ കബീലയുടെ തലപ്പത്തിരിക്കുന്ന അതിന്റെ ഗോത്രപതി, ഛത്രപതി, ആ ഗോത്രപതിയോട് അങ്ങേയറ്റത്തെ സ്നേഹവും അങ്ങേയറ്റത്തെ പേടിയും അങ്ങേയറ്റത്തെ സ്നേഹവും, ഇത് മൂന്നിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന തഅ്ളീം എന്ന് പറയുന്ന വികാരം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവര് സത്യം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ അവരുടെ പിതാക്കന്മാരെ മുൻനിർത്തിയിട്ട് സത്യം ചെയ്യാറുണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വികാരങ്ങളൊക്കെ അതിന്റെ പൂർണ്ണതയിൽ അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ. കാരണം അത് ആരാധനയുടെ രൂപങ്ങളിൽ, ആരാധനയുടെ വകഭേദങ്ങളിൽപ്പെട്ടതാണ് എന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ പ്രതീക്ഷ വെച്ചു പുലർത്തുകയാണെങ്കിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷ നിങ്ങൾക്ക് വെച്ചു പുലർത്താവുന്നത് അല്ലാഹുവിൽ മാത്രമാണ്. നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ഭയപ്പെടാൻ പാടുള്ളൂ. വഖ്ശൗനി എന്ന് മാത്രം നിങ്ങൾ ഭയപ്പെടണം. ഇൻ കുൻതും ഇയ്യായ തഅ്ബുദൂൻ. അതുപോലെ തന്നെ സ്നേഹിക്കുകയാണെങ്കിൽ വമിനന്നാസി മൻ യുഹിബ്ബു അൻദാദൻ മിൻ ദൂനില്ലാഹി വമിനന്നാസി മൻ യത്തഖിദു അൻദാദൻ മിൻ ദൂനില്ലാഹി യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ള പങ്കാളികളെ സ്നേഹിക്കുന്നവർ ജനങ്ങളിലുണ്ട്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നാൽ ഈ അപരിമേയമായ സ്നേഹം കാണിക്കപ്പെടാവുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്. അതിനാൽ ആരാധനയുടെ രൂപഭാവങ്ങളിൽ വെച്ചിട്ടുള്ള റജാഉം ഖൗഫും മഹബ്ബത്തും, ഇത് മൂന്നും കൂടെ കൂടുമ്പോഴാണ് തഅ്ളീം ഉണ്ടാകുന്നത്. ആ തഅ്ളീം അല്ലാഹുവിനോട് മാത്രമേ ആകാൻ പാടുള്ളൂ. സത്യം ചെയ്ത് പറയുന്നത് ചിലപ്പോൾ
ഒരാൾ സത്യം ചെയ്ത് പറയുന്നത് ഒരു ഉൾവർ ബോധിപ്പിക്കാനായിരിക്കും, ഒരു എക്സ്ക്യൂസ് ബോധിപ്പിക്കാനായിരിക്കും. ആ പറയുന്നത് മറ്റേ ആളോട് നേർക്ക് നേരെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ അയാൾ സംശയിക്കുകയും ആ ഉൾവർ എക്സ്ക്യൂസ് സ്വീകരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ പറയാണ് വൽ കഅബ, കഅബയാണ് ഞാൻ ആ പറഞ്ഞത് സത്യം, എനിക്കത് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ കഅബയോടുള്ള ആ തഅ്ളീം കാരണത്താൽ അയാൾ കളവ് പറയില്ല എന്ന് കേൾക്കുന്ന ആൾ മനസ്സിലാക്കുകയും അയാളുടെ ഉൾവർ എക്സ്ക്യൂസ് സ്വീകരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ സത്യം ചെയ്യാറുള്ളത് ഒരാൾ തന്റെ നിരപരാധിത്വം തെളിയിക്കാനാണ്. നീ കട്ടു, ഇല്ല ഞാൻ കട്ടിട്ടില്ല, അല്ല നീ തന്നെയാണ് കട്ടത്. വൽ കഅബ, അല്ലെങ്കിൽ ബി അബി, എന്റെ വാപ്പ തന്നെ സത്യം, കഅബ തന്നെ സത്യം, ഞാൻ കട്ടിട്ടില്ല. ഇങ്ങനെ പറയുന്ന രീതി ഉണ്ടായിരുന്നു. അത്രത്തോളം തഅ്ളീം കഅബക്ക് നൽകാൻ പാടില്ല, പൂർവികർക്ക് നൽകാൻ പാടില്ല. മറിച്ച് റജാഉം ഖൗഫും മഹബ്ബത്തും അതിന്റെ പൂർണ്ണ രൂപത്തിൽ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ടാകുന്ന ഈ തഅ്ളീം അള്ളാഹുവിനോട് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് ഭംഗം വരുത്തും, അത് ശിർക്കിന്റെ രൂപഭാവങ്ങളിലേക്ക് പോകും. എന്നതുകൊണ്ടാണ് മുസന്നിഫ് റഹിമഹുല്ലാ ഈ കാര്യം കിതാബ് തൗഹീദിലെ മസ്അലകളിൽ ഉൾപ്പെടുത്തി അധ്യായമായി എടുത്തു ചേർത്തിട്ടുള്ളത്. മുസന്നിഫ് റഹിമഹുല്ലാ ഒരു കാര്യം പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അനിവാര്യമായും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട എല്ലാ ജവാനിബുകളും എല്ലാ ആസ്പെക്ടുകളും വിശദീകരിക്കും. ഇതിൽ അത് പൂർണ്ണമായി വിശദീകരിക്കാൻ പോകുകയാണ്. ബാബു മാ ജാഅ, എന്താണ് ആസാറുകളിൽ വന്നിട്ടുള്ളത് എന്ന് വിശദീകരിക്കുന്ന അധ്യായം. ഫീമൻ, ഒരു വ്യക്തിയെ സംബന്ധിച്ച്. ആ വ്യക്തിയുടെ പ്രത്യേകത ലം യഖ്ന, അയാൾ തൃപ്തിപ്പെടുന്നില്ല, അയാളത് സ്വീകരിക്കുന്നില്ല, തൃപ്തിപ്പെടുന്നില്ല. എന്ത്? ബിൽ ഹലീഫി, ലാമിന്റെ കെസ്ർ കൊടുത്തിട്ടാണ് വായിക്കേണ്ടത്. ഹലഫ യഹ്ലിഫു എന്നതിന്റെ മസ്ദർ ഹലീഫുൻ ബികസ്രില്ല. അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്തിട്ട് ഒരാളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ, കൂട്ടാക്കുന്നില്ലെങ്കിൽ അയാളുടെ വിധി എന്താണ്? കാരണം ഹലിഫ് തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹു അല്ലാത്തവരെ മുൻനിർത്തി സത്യം ചെയ്താൽ അത് ശിർക്കാണ്, ശിർക്കുൻ അസ്ഗറ. അതുകൊണ്ട് തന്നെ ആ കാര്യം ഇവിടെ ഉണർത്തുന്നു. അതുകൊണ്ട് തന്നെ മുവഹ്ഹിദുകളായ ആളുകൾ, മുഖ്ലിസുകളായ ആളുകൾ, ഏകനായ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്ന, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹ്ഹിദുകളായ ആളുകൾ, അവർ സത്യം ചെയ്യുമ്പോൾ അള്ളാഹുവിനെ മുൻനിർത്തി മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ സത്യം ചെയ്ത് കഴിഞ്ഞാൽ ആരോടാണോ, ആരുടെ മുന്നിലാണോ സത്യം ചെയ്തത് അയാൾ അത് സ്വീകരിച്ചിരിക്കണം, അയാൾക്കത് നിരാകരിക്കാൻ നിർവാഹമില്ല. അതിനെ സംബന്ധിച്ച് ആസാറുകളിൽ വന്നിട്ടുള്ളത് വിശദീകരിക്കാനുള്ള അധ്യായം. عن ابن عمر رضي الله عنهما, ഹദീസ് റിവായത്ത് ചെയ്യുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിശ്ചയമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഹ്ലിഫൂ ബിആബാഇക്കും, ലാ തഹ്ലിഫൂ ബിആബാഇക്കും. ജാഹിലിയ്യ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന തൗഹീദിന് വിരുദ്ധമായിരുന്ന ഒരു നടപടിയാണത്. പിതാക്കന്മാരെ മുൻനിർത്തിയിട്ട് സത്യം ചെയ്യുക എന്നുള്ളത്. പിതാക്കന്മാരോട് അവർക്ക് ഹുബ്ബുണ്ട്, പിതാക്കന്മാരിൽ അവർക്ക് റജാ ഉണ്ട്, പിതാക്കന്മാരോട് അവർക്ക് ഖൗഫുണ്ട്. ഇത് മൂന്നിൽ നിന്നും രൂപപ്പെട്ടു വരുന്ന തഅ്ളീം പിതാക്കന്മാരോട് കാണിക്കുന്നു. അതുകൊണ്ട് ഉദ്റ് ബോധ്യപ്പെടുത്താനോ ബറാഅത്ത് രേഖപ്പെടുത്താനോ ഒരാളുടെ എക്സ്ക്യൂസ് പറയാനോ അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാനോ അയാൾ പ്രയാസപ്പെടുമ്പോൾ അത് അംഗീകരിപ്പിക്കുന്നതിന് വേണ്ടി പിതാക്കന്മാരെ മുൻനിർത്തി സത്യം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. ഈ തഅ്ളീം പിതാക്കന്മാർക്ക് അവകാശപ്പെട്ടതല്ല. അവരിലേക്ക് നിങ്ങളത് ചാർത്തിക്കൊടുത്താൽ തൗഹീദിന് വിരുദ്ധമാണ്. അത് ശിർക്കൻ നടപടിയാണ്. ഐ ശിർക്കൻ അസ്ഗർ, മൈനർ ശിർക്കിൽ അത് ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഹ്ലിഫൂ ബിആബാഇക്കും, നിങ്ങളുടെ പിതാക്കളെ പിടിച്ചുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്യരുത്. മൻ ഹലഫ ബില്ലാഹ്, ഒരാൾ അല്ലാഹുവിനെ മുൻനിർത്തിയിട്ട് സത്യം ചെയ്തു, അല്ലാഹുവാണ് സത്യം. വൽ കഅബ എന്നുള്ളത് റസൂലുള്ള പറഞ്ഞു, വറബ്ബിൽ കഅബ, അങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അതുപോലെ പിതാക്കന്മാരെ കുറിച്ച്
പൂർവികന്മാരെ മുൻനിർത്തി സത്യം ചെയ്യാൻ പാടില്ല. മറിച്ച് സത്യം ചെയ്യുകയാണെങ്കിൽ മൻകാന ഹാലിഫൻ ഫൽയഹ്ലിഫ് ബില്ലാഹ്. ഒരാൾ സത്യം ചെയ്യുകയാണെങ്കിൽ സത്യം ചെയ്യേണ്ടത് വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രമാണ്. വലാ തജ്അലുല്ലാഹ ഉർവത്തൻ ലിഅയ്മാനിക്കും. നിങ്ങളുടെ ഓരോ യമീനുകൾക്കും, ഓരോ തൊട്ടതിനും തൊടാത്തതിനുമൊക്കെ അള്ളാഹുവിനെ നിർത്തി സത്യം ചെയ്യുന്ന, ശപഥം ചെയ്യുന്ന രീതി അത് നിങ്ങൾ ഉപേക്ഷിക്കുക തന്നെ വേണം. ഒരാൾ സത്യം ചെയ്യുകയാണെങ്കിൽ അത് അനിവാര്യമായ സാഹചര്യത്തിൽ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ് സത്യം ചെയ്യേണ്ടത്, മറ്റാരെയും കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല. അങ്ങനെ മൻ ഹലഫ ബില്ലാഹി ഫൽയസ്തും. ഒരാൾ സത്യം ചെയ്യുകയാണെങ്കിൽ, അള്ളാഹിനെ കൊണ്ട് സത്യം ചെയ്യുകയാണെങ്കിൽ കളവ് പറയരുത്. അഥവാ അൽ ഹലഫ് അല്ലെങ്കിൽ അൽ യമീൻ അൽ ഗമൂസ്, കള്ള സത്യം ചെയ്യരുത്. ഞാൻ ഒരു കളവാണ് പറയുന്നത്. സ്വാഭാവികമായി ഞാൻ പറയുന്ന ആൾക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട്. അയാളെ കൊണ്ട് അത് അംഗീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് വല്ലാഹി എന്ന് ചേർക്കാൻ പറ്റുമോ? പാടില്ല. സിദ്ഖ്, സത്യസന്ധത എന്ന് പറയുന്നത് ഒരു മുഅ്മിനിന്റെ അനിവാര്യമായ സ്വഭാവമാണ്. ഈ ഒരു സംഭവം, സത്യസന്ധത എന്നത് ഇല്ല എങ്കിൽ അതിന്റെ ഫലം എന്താണെന്നറിയും? നമ്മൾ ധരിക്കുന്ന കുപ്പായം, നമ്മൾ നീട്ടിയിട്ടുള്ള താടി, നമ്മുടെ തൊപ്പി, നമ്മുടെ നടത്തം, നമ്മുടെ ഇരുത്തം, നമ്മുടെ സഹവാസം, ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് അത് പൊളിയും. അതുകൊണ്ട് തന്നെ ഒന്നിലധികം മഹാന്മാരായിട്ടുള്ള സലഫുകൾ താക്കീത് ചെയ്ത കാര്യമാണ്. അതതിന്റെ ഈ ഇൽമിന്റെ, ഈ ഈമാനിന്റെ അവകാശികൾക്ക് ഈ ഇൽമ്, ഈ ഈമാൻ ഗുണം ചെയ്യും. അല്ലാത്തവന് അൽ ഇൽമു ഫല്ലാഹുൻ ലിഗൈരി അഹ്ലി, അൽ ഇൽമു ഫല്ലാഹുൻ ലിഗൈരി അഹ്ലി. ഉള്ളിലതില്ലാത്തവന് അവനെ ഇന്നല്ലെങ്കിൽ നാളെ അത് വഷളാക്കും. അവന്റെ തനി സ്വഭാവം പുറത്തു വരിക തന്നെ ചെയ്യും. എത്ര വലിയ ആളുകൾ, വലിയാന്ന് ഞാൻ പറയുന്നത് ഭാവഹാവാദികൾ കൊണ്ട് വലുതാകി നടന്ന ആളുകൾ, അവര് ഒരു പരീക്ഷണത്തിന്റെ, ഒരു ട്രയൽ ഘട്ടം വരുന്ന സന്ദർഭത്തിൽ അവരുടെ ആ മുഖം മൂടി പൊളിഞ്ഞു വീഴുന്നത് അതെന്തുകൊണ്ടാണ്? സിദ്ഖില്ല. അവർക്ക് സിദ്ഖില്ല. അവരത്ര സിൻസിയർ അല്ല, അവരിൽ സത്യസന്ധതല്ല. അവര് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ അഭിനയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വേഷം മാറ്റുന്നു, താടി വെക്കുന്നു, തൊപ്പി വെക്കുന്നു, അത്തരക്കാരോട് കൂട്ടുചേരുന്നു, ആ രൂപത്തിലുള്ള വാക്കുകളും ശൈലികളും അത് കടമെടുത്തിട്ട് സംസാരിക്കുന്നു. പക്ഷേ അൽ ഇൽമു ഫല്ലാഹുൻ ലിഗൈരി അഹ്ലി, അതിന്റെ അവകാശികൾക്ക് മാത്രം ചേരുന്ന തൊപ്പിയാണ്, അല്ലാത്തവരത് വഷളാക്കിയിരിക്കും. അതുകൊണ്ട് തന്നെ കളവ് എന്ന് പറയുന്ന, സിദ്ഖില്ലാത്ത കളവ്, അത് വാക്കിലും അത് പ്രവർത്തനത്തിലും അത് ജീവിതത്തിന്റെ നിലപാടുകളിലും കളവ് കൈക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ താക്കീത് നൽകിയത് ഷിർക്ക് ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഷിർക്കിന്റെ തൊട്ടു ശേഷം രണ്ടാമതാണ് സൂറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, കളവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളുടെ മനസ്സിൽ തറക്കണ്ട. തൗഹീദ് മുറുകെ പിടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവർ ഒരേ സമയത്ത് അവരുടെ മനസ്സിലുണ്ടാകേണ്ട കാര്യം ഒന്ന്, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം, ശിർക്ക് വെക്കരുത് എന്നതിന്റെ രണ്ടാമത്തെ കൽപ്പന മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം എന്നുള്ള. മാതാപിതാക്കന്മാരെ ഗൗനിക്കാതെ, അവരോടുള്ള ഹുഖൂഖുകൾ, കടമകൾ നിറവേറ്റാതെ വടക്ക് തെക്ക് നടക്കുന്നവന്മാർ അവര് പൂർണ്ണരല്ല. പൂർണ്ണരല്ല എന്നല്ല, ആ തൗഹീദിന്റെ മുഖത്തളയാത്തുകളിൽ അതിന്റെ തൗഹീദ് ഉൾക്കൊള്ളുന്നുവെങ്കിൽ അത് അനിവാര്യമായും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന, നമ്മുടെ സ്വഭാവങ്ങളിൽ, നമ്മുടെ നിലപാടുകളിൽ മാറ്റം വരുത്തിപ്പിക്കുന്ന കാര്യത്തിൽ ആദ്യം വരുത്തേണ്ടത് മാതാപിതാക്കളുടെ കാര്യത്തിലാണ്. ഒരാൾ ഞാൻ മുവഹിദാണ്, ഞാൻ സലഫിയാണ്, വേറെന്തേലും പേര് പറഞ്ഞു, അതേ സന്ദർഭത്തിൽ അവന്റെ ഉമ്മയും വാപ്പയും അവിടെ കിടക്കുന്നു, അവൻ തിരിഞ്ഞു നോക്കാറില്ല, അവരോടുള്ള കടമ നിറവേറ്റാറില്ലെങ്കിൽ അവൻ തൗഹീദ് ഉൾക്കൊണ്ടു എന്നത് അവന്റെ വാദം മാത്രമാണ്. അത് ഒട്ടും സിദ്ഖല്ല. ഇതേപോലെ മുഖാബിലഹു, അതിന്റെ ഇപ്പുറത്ത് നിങ്ങൾ നോക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞിട്ടുള്ള കാര്യം. അതെന്താ ചോദിച്ചാൽ, അല്ലാഹുവിൽ നിങ്ങൾ പങ്കുചേർക്കരുത് എന്ന് പറഞ്ഞ കൂടെ തന്നെ പറഞ്ഞത്
സൂർ വജ്തനിബു ഖൗല സൂർ ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബി. ഖൗല സൂർ, കളവ് നിങ്ങൾ ഉപേക്ഷിച്ചേ പറ്റൂ. കളവ് എന്നുള്ളത് വാക്കിലാണെങ്കിലും പ്രവർത്തനത്തിലാണെങ്കിലും ജീവിതത്തിന്റെ നിലപാടുകളിലാണെങ്കിലും കളവ് വന്നു കഴിഞ്ഞാൽ പൊളിഞ്ഞു, യാതൊരു സംശയമല്ല. അതുകൊണ്ട് ഏത് ചെറിയ കാര്യം തൊട്ടിട്ട് ഏത് വലിയ കാര്യത്തിലും കളവ് എന്ന് പറയുന്നത് ഒരു മുഅ്മിനിന്റെ, ഒരു മുവഹ്ഹിദിന്റെ വളരെ ഉറച്ച നിലപാടായിരിക്കണം. പലതും നമുക്ക് പല ന്യായീകരണങ്ങളും പറയാനുണ്ടാവും. ഞാൻ അങ്ങനത്തെ ഒരു അനിവാര്യ ഘട്ടത്തിലാണ് കളവ് പറഞ്ഞത്, അങ്ങനത്തെ ഒരു അനിവാര്യ ഘട്ടമല്ല. ഒരുപക്ഷെ മിണ്ടാതിരിക്കാം, അങ്ങനത്തെയൊക്കെ ഘട്ടം വരികയാണെങ്കിൽ പറയുകയാണെങ്കിൽ സത്യം തന്നെ അത് പറയാവുള്ളൂ എന്നതാണ് അസ്വൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. തഖ്വയാണോ അതിന്റെ ആദ്യത്തെ കാര്യം, നിങ്ങൾ കൈക്കൊള്ളേണ്ട ആദ്യത്തെ നടപടി വകൂനു മഅസ്സാദിഖീൻ, സ്വാദിഖീങ്ങളുടെ കൂടെ ആയിരിക്കണം. നിങ്ങൾ സിദ്ഖ്, നാവിൽ സിദ്ഖ് വേണം, നിങ്ങളുടെ അമലുകളിൽ സിദ്ഖ് വേണം, നിങ്ങളുടെ സമീപനങ്ങളിൽ സിദ്ഖ് വേണം. വകൂനു മഅസ്സാദിഖീൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കുന്ന നല്ലവരായ അടിമകളെ അവരെ കുറിച്ച് പുകഴ്ത്തി പറയുന്നിടത്ത് പറഞ്ഞു വസ്വാദിഖീന വസ്വാദിഖാത്ത്. അവരാരാണ്? അവർ സിദ്ഖ്, സത്യസന്ധത കൈക്കൊള്ളുന്ന പുരുഷന്മാരും സ്ത്രീകളുമാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫലൗ സദഖുല്ലാഹ ലകാന ഖൈറൻ ലഹും. അവര് അല്ലാഹുവിനോട് സത്യസന്ധത പുലർത്തിയിരുന്നുവെങ്കിൽ, ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറയും, ഞങ്ങൾ അങ്ങനെയാണെന്ന് പറയും, ഇങ്ങനെയാണെന്ന് പറയും. ആരോടാ കളി? അള്ളാനോടാണ്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടുള്ള നിലപാടുകൾ ഉള്ളിലുണ്ടായിരിക്കും. അള്ളാനോട് അവർ സത്യസന്ധത പുലർത്തിയിരുന്നുവെങ്കിൽ അവർക്ക് ഖൈറാകുമായിരുന്നു. എന്നാൽ ഉള്ളിൽ അതില്ലെങ്കിൽ, ശരിക്കതില്ലെങ്കിൽ അൽ ഇൽമു ഫല്ലാഹുൻ ലിഗൈരി അഹ്ലിഹി, അവന്റെ തനി സ്വഭാവം അള്ളാഹ് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തിടും. ആ കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ അഹ്ലുൽ ബിർറിനെ കുറിച്ച് എന്താണ് പുണ്യം അത് പറയുന്നിടത്ത് അല്ലാഹ് പറഞ്ഞു, ലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീന വആതൽ മാല അലാ ഹുബ്ബിഹി മുഹബ്ബിഹി ദവിൽ ഖുർബാ വൽ യതാമാ വൽ മസാകീൻ വബിന السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المفلحون. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എണ്ണി പറഞ്ഞതൊക്കെ ഒന്ന് അള്ളാഹുവിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, വേദങ്ങളിൽ വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കൾക്കും യതീമുകൾക്കും പാവങ്ങൾക്കും വഴിയിൽ യാത്ര മുട്ടിപ്പോയ ആളുകൾക്കും ചോദിച്ചു വരുന്ന ആളുകൾക്കും അടിമകൾക്കും വേണ്ടി നമ്മൾക്ക് അല്ലാഹ് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്ന് ദാനധർമ്മങ്ങൾ നടത്തുക, നമസ്കാരം കൃത്യമായി നിലനിർത്തുക, സകാത്ത് കൊടുക്കുക, കരാറുകൾ പാലിക്കുക. വസ്വാബിരീന ഫിൽ ബഅ്സാഇ വല്ലറാഇ വഹീനൽ ബഅസ്. അതുപോലെ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സന്ദർഭത്തിൽ യുദ്ധവേളകളിലൊക്കെ തന്നെ ക്ഷമിക്കുക. ഉലൈകല്ലദീന സദഖു. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അയാൾ ചെയ്തിരിക്കേണ്ട കടമകൾ സത്യസന്ധമായി നിറവേറ്റിയാൽ അവരാണ് സിദ്ഖ് ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ, സത്യസന്ധത ഉൾക്കൊണ്ടിട്ടുള്ള ആളുകൾ. സത്യം എന്ന് നാവുകൊണ്ട് പറഞ്ഞാൽ അതുകൊണ്ട് സത്യമാകും. സത്യസന്ധത എന്നത് ഒരു ഉറച്ച നിലപാടാണ്. അത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അത് പാലിച്ചിരിക്കണം. അവർക്ക് രക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സത്യം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്യുകയാണെങ്കിൽ സത്യമല്ലാത്ത മറ്റൊന്നും ചെയ്തു പോകരുത്. അത് കബായിറിലാണ് പെടുന്നത്, വൻ പാപമാണ്. അള്ളാഹുവിനെ കൊണ്ട്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ്, അള്ളാഹു അല്ലാത്ത മറ്റൊരാളെ കൊണ്ട് നമ്മൾ സത്യം ചെയ്താൽ അത് ശിർക്കുൻ അസ്ഗർ, അത് ഇതിനേക്കാൾ വലുതാണ്. അതേ സന്ദർഭത്തിൽ അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുന്നു, പക്ഷെ കളവാണ് പറഞ്ഞത്, ഹമൂസായ മീനാണ് എങ്കിലോ അത് വൻ പാപങ്ങളിൽപ്പെടും. അതിന്റെ തൊട്ട് താഴെ വൻ പാപങ്ങളിൽപ്പെടും. അതുകൊണ്ട് ഒരാൾ സത്യം ചെയ്യുകയാണെങ്കിൽ അള്ളാഹിനെ മുൻനിർത്തി സത്യം മാത്രമേ സത്യം ചെയ്യാവൂ. അള്ളാഹിനെ മുൻനിർത്തി സത്യം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കളവ് പറഞ്ഞു പോകരുത്, സത്യമേ ആകാവൂ. കളവ് ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പാടില്ലാത്ത കാര്യമാണ്. എന്നിട്ട് പറഞ്ഞു മൂന്നാമതായിട്ട്, വമൻ ഹുലിഫ ലഹു ബില്ലാഹ് ഫല്യർള. ഒരാളുടെ മുന്നിൽ മറ്റൊരാൾ സത്യം ചെയ്ത് കാര്യം അവതരിപ്പിച്ചു. സത്യം ചെയ്തത് അള്ളാഹിനെ മുൻനിർത്തിയിട്ടാണ്, അള്ളാഹു തന്നെയാണ്
അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിനെ കൊണ്ട് ഞാൻ ആണയിടുന്നു, ഇതൊക്കെ അതിന്റെ പദങ്ങളാണ്. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഖസമിന്റെ, സത്യത്തിന്റെ, ശപഥത്തിന്റെ വാക്കുകൾ പ്രയോഗിച്ച് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്താൽ, ആണയിട്ട് കഴിഞ്ഞാൽ, അങ്ങനെ ഒരാൾ നമ്മളോട് പറഞ്ഞാൽ ഫൽയറുല്ലാഹ്, ആരുടെ മുന്നിലാണോ അത് പറയുന്നത് അയാൾ അത് തൃപ്തിപ്പെട്ടുകൊള്ളട്ടെ. നമുക്കത് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമല്ലെങ്കിലും അയാൾ സത്യം ചെയ്താൽ അത് അംഗീകരിച്ചോ. എന്നിട്ട് പറഞ്ഞു വമൻ യർള ഫലൈസ മിനല്ലാഹ്, അതിലാണ് വഫീഹി വഈദുൻ ശദീദ്. വളരെ ശ്രദ്ധിക്കേണ്ടത്, ഒരാളുടെ മുന്നിൽ മറ്റൊരാൾ വന്നിട്ട് അയാളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അല്ലെങ്കിൽ അയാളുടെ ഉസ്ർ ബോധിപ്പിക്കാൻ, അതിനാണ് സത്യം ചെയ്യാറുള്ളത്. അത് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി അള്ളാഹുവിനെ കൊണ്ട് ആണയിട്ടു, അള്ളാഹനെ മുൻനിർത്തിയിട്ട് സത്യം ചെയ്തു എങ്കിൽ അയാൾ അത് സ്വീകരിച്ചു കൊള്ളണം, തൃപ്തിപ്പെട്ടുകൊള്ളണം. അങ്ങനെ ഒരാൾ അള്ളാഹനെ മുൻനിർത്തി സത്യം ചെയ്തിട്ടും ഒരാൾ അത് സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ഫലൈസ മിനല്ലാഹ്, ആ സത്യം ചെയ്ത കാര്യം അംഗീകരിക്കാത്തവന് അള്ളാഹുവിനോട് ഒന്നുമില്ല, ഒരു ബന്ധവുമില്ല. ഫലൈസ മിനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫലൈസ മിനല്ലാഹി ഫീ ശൈ, ലൈസ മിന്ന പോലുള്ള പദപ്രയോഗങ്ങൾ അവരും നമ്മളും തമ്മിൽ ഈ വിഷയത്തിൽ ഒരു ബന്ധവുമില്ല. അള്ളാഹുവുമായിട്ട്, അള്ളാന്റെ റസൂലുമായിട്ട്, അള്ളാന്റെ ദീനുമായിട്ട് ഈ വിഷയത്തിൽ അവർക്ക് ബന്ധമില്ല, അവരുമായിട്ട് ഒഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ വിഷയം തുഅദ്ദു മിനൽ കബായിർ, വൻ പാപങ്ങളിലാണ്, മോർട്ടൽ സിൻ, വൻ പാപങ്ങളിലാണ് അത് ഉൾപ്പെടുക എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ നിയമം അള്ളാഹ് വെച്ചത്, ഇനി ഒരാള് സത്യം ചെയ്തു പക്ഷെ നമുക്കറിയാം അതിന്റെ നേരെ വിപരീതമാണ് അയാൾ കളവാണ് ആ പറഞ്ഞത് എന്ന് നമ്മൾ കേട്ടാൽ പോലും, ഹൃദയങ്ങൾ തമ്മിലൊന്ന് ഇണക്കുന്നതിന് വേണ്ടി, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, സാമൂഹ്യ ജീവിതത്തിന് ഒരു നല്ല ഒരു സുഗമമായ ഒരു പ്രയാണം ഒരുക്കുന്നതിന് വേണ്ടി അത് സ്വീകരിക്കണമെന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പ്രശസ്തമായ ഒരു അസറുണ്ട്. ആ അസർ ഇപ്രകാരമാണ്: വലാ തളുന്നന്ന ബികലിമത്തിൻ ഖറജത് മിൻ അഖീക ശർറൻ വഅൻത തജിദു ലഹാ ഫിൽ ഖൈരി മഹ്മലാ. നിന്റെ സഹോദരനിൽ നിന്ന് ഒരു വാക്ക് വീണു, ആ വാക്ക് അതിനെക്കുറിച്ചിട്ട് നീ ആളെന്തിനാ അങ്ങനെ പറഞ്ഞത്, അത് ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അങ്ങനെ അതിനെക്കുറിച്ചിട്ട് നീ തെറ്റായി, നെഗറ്റീവായിട്ട്, വളരെ നിഷേധാത്മകമായി, വളരെ മോശമായി ആ വാക്കിനെ നീ എടുക്കാൻ പോകരുത്. വഅൻത തജിദു ലഹാ ഫിൽ ഖൈരി മഹ്മലാ. അദ്ദേഹം പറഞ്ഞ ആ വാക്കിന് ഒരു പോസിറ്റീവായിട്ട് വ്യാഖ്യാനിക്കാൻ, അതിനെ നല്ല നിലയിൽ അതിനെ മനസ്സിലാക്കാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ, ഒരു ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ ആ പോസിറ്റീവ് സൈഡിലേക്ക് അതിനെ നീ വ്യാഖ്യാനിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് ഷർറായിട്ട് എടുക്കരുത്. ഈ ഉപദേശം മുസ്ലിമീങ്ങൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ അവർക്കിടയിലുള്ള ബന്ധങ്ങൾ എന്നോ എത്രയോ നന്നായി പോകും. ബന്ധങ്ങൾ മോശമാകുന്നതൊന്നും നേർക്ക് നേരെ കാര്യങ്ങൾ പറഞ്ഞതല്ല. ഒരു വാക്ക് പറഞ്ഞു, ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ, അവന് അതാ ഉദ്ദേശിക്കുന്നത്. അവനുദ്ദേശിക്കുന്നത് ഇയാളുടെ നാവിന്റെ തുമ്പത്താണ് മറ്റേ ആളുടെ. അങ്ങനെ ചെയ്യരുത് എന്നത് സലഫുസ് സ്വാലിഹീങ്ങൾ ഉപദേശിച്ചതാണ്. ഒരു മുസ്ലിം സഹോദരൻ മുസ്ലിം സഹോദരനാണ്, അവരുമായി നമുക്കുള്ളത് അത് ഉഖുവത്തുൻ ദീനിയത്തുൻ, പവിത്രമായ വിശ്വാസത്തെ മുൻനിർത്തിയിട്ടുള്ള ഒരു സാഹോദര്യ ബന്ധമാണ്. അതുകൊണ്ട് വന്നു അതിന് രണ്ട് വ്യാഖ്യാനത്തിനും പഴുതുണ്ടെങ്കിൽ നന്മയുടെ പോസിറ്റീവായിട്ടുള്ള വശത്തിലേക്ക് അതിനെ നമ്മൾ എടുക്കണം, ഒരിക്കലും അതിനെ മോശമായി നമ്മൾ ഗണിക്കാൻ പാടില്ല. ഇതാണ് അസുല്. അതുകൊണ്ട് തന്നെ ഈ അസുല് വെച്ചുകൊണ്ട് ഒരാൾ സത്യം ചെയ്താൽ നമുക്കറിയാമെങ്കിൽ പോലും അവിടെ പിന്നെ അത് പറ്റങ്ങ് വഷളാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ എന്ന് വല്ലാതെ മാന്തിപ്പൊളിക്കാൻ പോണ്ട. സാമൂഹ്യ ജീവിതം അതൊന്ന് മുന്നോട്ട് പോയിക്കോട്ടെ, അങ്ങനെ തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഒരു സത്യമല്ലാണ് പറഞ്ഞതെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അത് കണ്ണിമ്പണോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം പലപ്പോഴും എന്താണെന്നറിയും, ആ ചോദ്യം അസ്ഥാനത്താണ്. അതിന് ഇനി അനുസരിക്കുന്ന ഹദീസോട് കൂടിയിട്ട് നിങ്ങളുടെ ആ സംശയം തീരും. ഈസാ അലൈഹിസ്സലാമിന്റെ മനാസിബുകൾ, അദ്ദേഹത്തിന്റെ ഫളായിലുകൾ, അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകൾ വിശദീകരിക്കുന്നുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ.
അസുല് ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ ഉണ്ട്. ഞാൻ ഉദ്ധരിക്കുന്ന ഹദീസ് മുസ്ലിമിന്റെ ലഫ്ളാണ് പറയുന്നത്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്വഭാവ മഹിമ, അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹത്തിന്റെ മൻസബത്ത്, അദ്ദേഹത്തിന്റെ മനാസബ് എണ്ണുന്ന കൂട്ടത്തിൽ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തു. റഅ ഈസ ഇബ്നു മറിയം റജുലൻ യസ്രിഖ്. റഅ ഈസ ഇബ്നു മറിയം റജുലൻ യസ്രിഖ്. ഈസ ഇബ്നു മറിയം സ്വന്തം കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാണ് ഒരാൾ മോഷ്ടിക്കുന്നത്, കക്കുന്നത് കണ്ടു. ഫഖാല ലഹു, അപ്പൊ ഈസ അലൈഹിസ്സലാം അദ്ദേഹത്തോട് ചോദിക്കുന്നു, അസറഖ്, നീ കട്ടുവല്ലേ, നീ അത് മോഷ്ടിച്ചുവല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖല്ല വല്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, ഇല്ല, ഒരിക്കലുമില്ല, വല്ലാഹ്, അല്ലാഹനെ മുൻനിർത്തി ഞാൻ സത്യം ചെയ്യുന്നു, അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധിക്കപ്പെടാൻ തരപ്പെട്ടവനായിട്ട് ആരുമേയില്ല, ആ അല്ലാഹനെ മുൻനിർത്തിയിട്ട് ഞാൻ സത്യം ചെയ്യുന്നു, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, ഞാൻ കട്ടിട്ടില്ല. എന്ത് ചെയ്യും? ഈസാ നബി കണ്ണുകൊണ്ട് കണ്ടതുമാണ്. ഫഖാല ഈസ, അപ്പൊ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. വകല്ലബ്തു ഐനി, എന്റെ കണ്ണിനെ ഞാൻ കളവാക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹ് ഞാൻ വിശ്വസിക്കുന്ന എന്റെ റബ്ബാണ്. എന്റെ റബ്ബിനെ മുൻനിർത്തിയിട്ട് നീ സത്യം ചെയ്താൽ ആ വിശ്വാസത്തിന്റെ താല്പര്യം എന്ന അർത്ഥത്തിൽ ആ ശപഥം, നിന്റെ ആ സത്യം ഞാൻ സ്വീകരിച്ചു. എന്റെ കണ്ണുകൊണ്ട് കണ്ടതോ എന്റെ കണ്ണിന് തെറ്റുപറ്റിയതായിരിക്കാം. ചിലപ്പോ അങ്ങനെ കണ്ണിന് തെറ്റുപറ്റാനും സാധ്യത ഉണ്ടല്ലോ. ചിലപ്പോ നമ്മളിങ്ങനെ ഇരിക്കുമ്പോ ഒരാളിൽ പോയതായിട്ട് തോന്നും, ഒരാളതിൽ പോയിട്ടൊന്നുണ്ടാകും. ചിലപ്പോ ഒരാളെന്തെങ്കിലും ഉണ്ടാകും. ചിലപ്പോ മാസപ്പുറവിൽ നോക്കിയപ്പോ ഒരാൾ പറഞ്ഞു അതാ ചന്ദ്രനത കാണുന്നു, ആരും നോക്കിയിട്ട് കാണില്ല. അപ്പൊ അഹനബുബിനെ ചെന്നിട്ട് നോക്കിയപ്പോ മൂപ്പരെ ഒരു പുരികത്തിന്റെ രോമം അങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ രോമം അയാൾക്ക് അതങ്ങനെ ഒരു ചന്ദ്രക്കല പോലെ തോന്നിയതാണ്. അതിങ്ങനെ ഇങ്ങോട്ട് നീക്കിയിട്ട് പറഞ്ഞു നോക്കിയിട്ട് കാണുന്നുണ്ട്, അപ്പൊ കാണില്ല എന്ന് പറഞ്ഞു. അപ്പൊ കണ്ണിനെയൊക്കെ നമ്മൾ വിശ്വസിക്കുമ്പോ ചിലപ്പോ തെറ്റൊക്കെ പറ്റാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഇവിടെ അല്ലാഹനെ മുൻനിർത്തി അയാൾ സത്യം ചെയ്തപ്പോ ആ സത്യം സ്വീകരിച്ചു. ആമൻതു ബില്ലാഹ്, ഞാൻ എന്റെ റബ്ബിൽ വിശ്വസിച്ചു. നീ അല്ലാഹനെ മുൻനിർത്തി, ഇനി അതിന്റെ എല്ലാ ഹൈറും ഷെറും അയാൾ വഹിച്ചോട്ടെ, ഞാനത് വിശ്വസിച്ചു. ഇങ്ങനെ അല്ലെങ്കിൽ ഡെഡ് ലോക്ക് കൊണ്ട് മുന്നോട്ട് പോകാൻ എപ്പോഴും പ്രശ്നം. ഭാര്യ ഭർത്താവും തമ്മിൽ അനങ്ങാ ഭാര്യ വല്ലാഹിച്ചിട്ട് പറഞ്ഞു അവിടെ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതേ സന്ദർഭത്തിൽ വല്ലാഹി പറഞ്ഞാൽ ഞാനത് സ്വീകരിച്ചു. ആമൻതു ബില്ലാഹ് വകല്ലബ്തു ഐനി. അപ്പോ അല്ലാഹുവോടുള്ള തഅ്ളീം ഭർത്താവ് അത് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്ത അപ്പൊ രക്ഷപ്പെട്ടൊരു ആശ്വാസം അവർക്ക് ഉണ്ടാവുമെങ്കിലും കുറച്ചു കഴിയുമ്പോൾ അവരൊന്ന് ആലോചിക്കും, അള്ളാഹിനെ പറ്റി അങ്ങനെ പറയാവുന്ന സംഗതിയല്ല കളവ്. അതിന്റെ ഗൗരവം അത്രയാണ്. നേരെ എന്റെ ഭർത്താവ് കണ്ടിട്ട് പോലും അള്ളാഹ് എന്നുള്ള വാക്കിന്റെ മുന്നിൽ അയാൾ നിന്നല്ലോ, അത് അവർക്കൊരു പാഠമായിരിക്കും, അതൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആയിരിക്കും. പിന്നെ വല്ലാതെ അത്തരത്തിലുള്ള കള്ളസത്യത്തിലേക്ക് അവർ പോകൂല. കള്ളസത്യത്തിന്റെ ഗൗരവത്തെക്കുറിച്ചൊക്കെ അവർക്ക് പിന്നെ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. ഈ അല്ലാതെ അവരെ അല്ല ഇജ്ജ് വല്ലാഹി പറഞ്ഞാലും ഞാൻ കൂട്ടാക്കൂല എന്ന് പറഞ്ഞ് പ്രശ്നമാക്കിയാൽ സാമൂഹ്യ ജീവിതം കരുഷമാകാൻ മാത്രമേ സമയമുണ്ടാവൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അദബുൻ റഫീഅ് ഇസ്ലാമി, അദബുൻ ഇസ്ലാമിയുൻ റഫീഅ്, ഈ സമുന്നതമായ ഈ മര്യാദ ഇസ്ലാം നമ്മോട് ഉപദേശിക്കുന്നത് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ സുഗമമായിട്ടുള്ള മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടിയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പക്ഷെ അതിനുള്ള തൗഹീദിന്റെ അംശം അല്ലാഹ് അത്രയും തഅ്ളീം ചെയ്യപ്പെടേണ്ടവനാണ്. അല്ലാഹനെ കുറിച്ച് അല്ലാഹനെ മുൻനിർത്തിയിട്ട് ഒരാൾ ശപഥം ചെയ്താൽ അയാൾ കളവ് പറഞ്ഞതാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും, നമ്മുടെ കണ്ണോ ചെവിയോ മറിച്ച് നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ പോലും കണ്ണിനെയും ചെവിയെയും മറച്ചു വെച്ചിട്ട് അല്ലാഹ്ക്ക് തഅ്ളീം നൽകണം. അല്ലാഹനെ കൊണ്ട് ഒരാൾ സത്യം ചെയ്തിട്ട് ഒരാളത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ഫലൈസ മിനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫലൈസ മിനല്ലാഹി ഫിശൈഇ, അള്ളാഹുമായിട്ട് അവനൊരു ബന്ധമില്ലാതായിത്തീരും. അതുകൊണ്ട് അള്ളാഹിനെ മുൻനിർത്തി അയാൾ പറഞ്ഞ കളവാണെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിക്കൊള്ളും. ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് തീരുമാനിക്കാം. ഒരു മുസ്ലിം, ഒരു മുവഹിദ് തൗഹീദിന്റെ താല്പര്യം എന്ന അർത്ഥത്തിൽ അതിന് തയ്യാറാകാം. ഇന്നീ പറഞ്ഞ കാര്യം തസ്ബീഖ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. രണ്ട് കാര്യങ്ങൾ. ഒന്നൊരു മുസ്ലിമിനെ പറ്റിയിട്ട് ഖൈർ മഹ്മൽ എടുക്കണം, അയാളിൽ നിന്ന് വരുന്ന വാചകം എന്ന് പറഞ്ഞതൊക്കെ
പറയാൻ എനിക്ക് വളരെ എളുപ്പമാണ്, ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും ഒരുപോലെ ഭയങ്കര പ്രയാസമുള്ളതാണ്. നമ്മുടെ അടുക്കൽ നല്ല വീഴ്ച വരുന്നതാണ്. ഒന്ന് സത്യമേ പറയാവൂ. വളരെ കട്ടൻ ഡ്രൈയാണ്. ഞാൻ പറഞ്ഞല്ലോ, തൗഹീദ് ഇബാദത്തുള്ള എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തത് വബിൽ വാലിദൈനി ഇഹ്സാനാണ്. ശിർക്ക് ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് അതിന്റെ ഒപ്പമുള്ളതാണ് കളമൊഴിവാക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ കളമൊഴിവാക്കൂല എത്ര ആണെങ്കിൽ ഇല്ല. നമ്മളൊന്ന് സൂക്ഷിക്കണം. അത് എന്നോടുള്ള നസീഹത്താണ്. ഞാൻ ഇത് പറയുമ്പോ നിങ്ങൾക്കല്ല, ആദ്യം ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് പറയുമ്പോ എനിക്ക് അതിനോടുള്ള കമ്മിറ്റ്മെന്റ് കൂടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. രണ്ടത് കേൾക്കുമ്പോൾ നിങ്ങളത് സ്വീകരിക്കണം. സ്വീകരിച്ചേ പറ്റൂ. ശിർക്ക് ഒഴിവാക്കുന്നുവെങ്കിൽ, തൗഹീദിലേക്ക് വരുന്നുവെങ്കിൽ അതിന്റെ ഒപ്പം ശിർക്കിന്റെ കൂടെ ഒഴിവാക്കേണ്ട അനിവാര്യമായ ഒരു കാര്യമാണ്. അല്ല നമ്മൾ കളവൊഴിവാക്കുന്നുണ്ടെങ്കിൽ, സിഗത്ത് കൊള്ളുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കേൾക്കുന്നതും പഠിക്കുന്നതും വായിച്ചതും ഒക്കെ നമ്മളെ വഷളാക്കേ ചെയ്യുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, അൽ ഇൽമു സല്ലാഹുൻ ലിഗൈരിഹി. അപ്പൊ ഒന്ന് കളവിന്റെ വിഷയം തത്ബീഖ് നല്ല പ്രശ്നം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു മുസ്ലിമിന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഉന്നതാണ്. ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ട, ഒരു മുസ്ലിമിന് കൊടുക്കേണ്ട ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് തന്നെ വളരെ ഉന്നതമായ കാര്യമായിട്ടാണ് അള്ളാഹ് ദീനിൽ പഠിപ്പിച്ചത്. അതിലൊരു മുഅ്മിൻ, അള്ളാഹുവിൽ വിശ്വസിച്ച ഇഖ്ലാസുള്ള, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹിദായ ഒരു മനുഷ്യന്റെ കറാമത്ത് എന്ന് പറഞ്ഞാൽ കഅബയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഅബ എത്ര പവിത്രമാണ്. വൽ മുഅ്മിനു അഅ്ളമു ഹുർമത്തൻ ഇൻദല്ലാഹി മിൻകി. എന്നാൽ ഒരു മുഅ്മിനിന്റെ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ അടുക്കൽ കഅബയേക്കാളും ഉന്നതമാണെന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനിന് നമ്മൾ കാണിക്കുന്ന ആ ഈമാനികമായ സാഹോദര്യത്തിന്റെ താല്പര്യം എന്നതിൽ അയാളിൽ നിന്ന് വരുന്ന വാക്കുകളെ പോസിറ്റീവായി എടുക്കാൻ ചാൻസ് ഉണ്ടോ? പോസിറ്റീവായിട്ട് എടുക്കാവും. അതിന് പിന്നെ നമ്മൾ നെഗറ്റീവിലേക്ക് പോകരുത്. ഇതൊക്കെ നമ്മുടെ സാമൂഹ്യ ബന്ധങ്ങളെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ വിഷയം അത്. ഇന്നുണ്ടാകുന്ന ഏതാണ്ടെല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ അതിന്റെ അപ്പുറത്തേക്ക് വായിച്ചിട്ടാണ്. പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് വായിക്കുന്നത് വളരെ അബദ്ധമാണ്. അപ്പോ നമ്മൾ വഞ്ചിക്കപ്പെടുമല്ലോ. വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മുടെ സൂക്ഷ്മത കൈക്കൊള്ളുക. നമ്മൾ നമുക്ക് ഒക്കാവുന്ന ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപഴകുക. അല്ലാത്തവരോടുമായിട്ട് ആ ഇസ്ലാമിക സാഹോദര്യത്തിന്റെ മിനിമം ലോക്യത്തിലും ബന്ധത്തിലും നിലനിൽക്കുക. അതിനൊരു കാലഘട്ടത്തിൽ, ജനങ്ങൾക്ക് അമാനത്തില്ലാത്തൊരു കാലഘട്ടത്തിൽ, ജനങ്ങൾ അഹിദ് പാലിക്കാത്തൊരു കാലഘട്ടത്തിൽ, ആരും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ആകാവുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ഹദർ, നമ്മുടെ ജാഗ്രത കൈക്കൊള്ളുക. പക്ഷെ ഇസ്ലാമിന്റെ ഇത്തരം ഉന്നതമായ മൂല്യങ്ങളും തത്വങ്ങളും അത് ബലി കഴിക്കാൻ പാടില്ല, മറികടക്കാൻ പാടില്ല. അവിടെ നിന്ന് സൂക്ഷിച്ചു പോവുക. മൂന്നിന്റെ വാക്ക് അയാൾ അത്രയല്ലേ പറഞ്ഞുള്ളൂ. അതിന് ഇങ്ങനെ ഒരു മഹ്ബലുണ്ട്, അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, അതായിരിക്കും ഉദ്ദേശിച്ചത്. ബാക്കിലേക്ക് ഞാൻ പോകില്ല, വിട്ടേക്ക്. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ്. നമ്മുടെ കാതിന്റെ അനുഭവത്തിനെതിരെ, കണ്ണിന്റെ അനുഭവത്തിനെതിരെ, നമ്മുടെ ബുദ്ധിയുടെ അനുഭവത്തിനെതിരെ അല്ല, മറികടക്കാൻ പാടില്ല. അവിടെ നിന്ന് സൂക്ഷിച്ചു പോവുക. മൂന്നിന്റെ വാക്ക് അയാൾ അത്രയല്ലേ പറഞ്ഞുള്ളൂ. അതിന് ഇങ്ങനെ ഒരു മഹ്ബലുണ്ട്, അതിനൊരു പോസിറ്റീവ് സൈഡ് ഉണ്ട്, അതായിരിക്കും ഉദ്ദേശിച്ചത്. ബാക്കിലേക്ക് ഞാൻ പോകില്ല, വിട്ടേക്ക്. പിന്നെ മൂന്നാമത് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ്. നമ്മുടെ കാതിന്റെ അനുഭവത്തിനെതിരെ, കണ്ണിന്റെ അനുഭവത്തിനെതിരെ, നമ്മുടെ ബുദ്ധിയുടെ അനുഭവത്തിനെതിരെ. ബുദ്ധി പറയുന്നു അങ്ങനെയല്ല, കണ്ണ് പറയുന്നു മറിച്ച് ഞാൻ കണ്ടു, കാത് പറയുന്നു തിരിച്ചു ഞാൻ കേട്ടു. ഈ കാതിനേക്കാളും ഈ കണ്ണിനേക്കാളും ഈ ബുദ്ധിയെക്കാളും നമ്മൾ തഅ്ളീം ചെയ്യേണ്ടത് അള്ളാഹ് എന്ന നാമത്തിനാണ്. അള്ളാഹിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ഒരാൾ ശപഥം ചെയ്താൽ, മറിച്ച് നീ കണ്ടാലും, മറിച്ച് നീ കേട്ടാലും, മറിച്ച് നിന്റെ ബുദ്ധി നിന്നോട് പറഞ്ഞാലും, ആമന്തു ബില്ലാഹി വകസ്സബതു ഐനി. ഇതാണ് ഈ അധ്യായത്തിലുണ്ട്. ഇതാണ് ഈ അധ്യായത്തിൽ വന്നിട്ടുള്ളത്. ഇനി ഇതിനുള്ള മസലകൾ നോക്കാം. റവാഹു ഇബ്നു മാജ, ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇബ്നു മാജ. ഇത് സനദിന് ഹസൻ എന്ന് പറഞ്ഞു. അല്ലാമത്തുൽ അൽബാനി ഈ ഹദീസ് പല സ്ഥലങ്ങളിലും ഇസ്ലാമിന്റെ ദവാവീനുകളിൽ, സുന്നത്തിന്റെ ദവാവീനുകൾ പലതും തഹ്ഖീഖ് ചെയ്തപ്പോൾ അത് ഹസനല്ല സഹീഹാണ് എന്ന് തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിനുള്ള മസല അന്നഹിയു അനിൽ ഹാലിഫി ബിൽ ആബാ. പൂർവീകരെ മുൻനിർത്തിക്കൊണ്ട് അവരെ പിടിച്ചുകൊണ്ട് സത്യം ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ട്. കാരണം അത് ഷിർക്കുൻ അസ്ഗറാണ്. അത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്.
അൽ-അംറു ലിൽ മഹ്ലൂഫി ലഹു ബില്ലാഹി അൻ യർള. അള്ളാഹനെ മുൻനിർത്തിയിട്ട് ഒരാൾ സത്യം ചെയ്ത് പറഞ്ഞാൽ അത് സ്വീകരിക്കണം, അത് തൃപ്തിപ്പെട്ട് സ്വീകരിക്കണമെന്ന് ആർക്കാണോ സത്യം ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അയാൾ അത് സ്വീകരിക്കാനുള്ള കൽപ്പന ഈ ഹദീസിലുണ്ട്. ഹദീസിലെ വാക്ക് നിങ്ങൾ കണ്ടു, വമൻ ഹുലിഫ ലഹു ബില്ലാഹി ഫൽയർള, അതയാൾ തൃപ്തിപ്പെട്ട് സ്വീകരിച്ചു കൊള്ളണമെന്ന്. വഈദു മൻ ലം യർള, അങ്ങനെ ഒരാൾ സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകുന്ന താക്കീത്, ശക്തമായ താക്കീത്, അതാണ് പിന്നെ ഈ അധ്യായത്തിലുള്ളത്. ഫലൈസ മിനല്ലാഹ്, അവൻ അള്ളാഹുവുമായിട്ടൊരു ബന്ധമല്ല. അള്ളാഹു വിശ്വസിക്കുന്നവനാണെങ്കിൽ, അള്ളാഹുവിനെ താഴ്മ നടത്തുന്ന ആളാണെങ്കിൽ അള്ളാഹിന്റെ പേര് ചൊല്ലിയതുകൊണ്ട് അത് ഞാൻ അംഗീകരിക്കുന്നു. ഇനി ബാക്കി അതിന്റെ പിന്നിലുള്ളത്, അതിന്റെ സ്വകാര്യങ്ങൾ, അതിന്റെതെല്ലാം അയാൾക്ക് അള്ളാഹ് കൊടുത്തോട്ടെ, ഞാൻ എന്റെ വിഷയം തീർന്നു എന്നിടത്തേക്ക് നമ്മൾ നിന്നേ പറ്റും. ഇനി അടുത്ത അധ്യായം ബാബു ഖൗലി മാ ശാ അല്ലാഹു വശിഅത്. ബാബു ഖൗലി മാ ശാ അല്ലാഹു വശിഅത്. ഇതും കൂടി ഞാൻ വായിക്കാൻ തീരുമാനിച്ചത് ഇത് പലതവണ ആവർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ്. മറ്റ് അധ്യായങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടത് വന്നിടത്തൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മാ ശാ അല്ലാഹു വശിഅത് എന്ന് പറയുന്ന പ്രയോഗം അതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് മാഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചത്, വശീത്ത താങ്കളും ഉദ്ദേശിച്ചത്, അള്ളാഹുവും താങ്കളും ഉദ്ദേശിച്ചതു പ്രകാരം. ഇവിടെ ഒരു ശിർക്ക് വരുന്നുണ്ട്. അള്ളാഹുവിലേക്ക് തുല്യനായിട്ട് ഒരുത്തനെ നമ്മൾ വാക്കിൽ ചേർക്കുകയാണ്. വാവ് കൊണ്ട് നമ്മൾ ലിങ്ക് ചെയ്യുമ്പോൾ അള്ളാഹ് നീ, അള്ളാഹുവും നീയും എന്ന് വാവാണ് അറബിയിൽ അസുഖ ചെയ്യാൻ, ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആർട്ടിക്കിള്. ഇങ്ങനെ വാവ് ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മറ്റൊരാളെയും കൂടെ ചേർക്കുകയാണെങ്കിൽ രണ്ട് അള്ളാഹിനെയും ആ വ്യക്തിയെയും സമപ്പെടുത്തുകയാണ്. ആ സമപ്പെടുത്തുന്നത് വാക്കിലെങ്കിലുമുള്ള ശിർക്കാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അള്ളാഹുവും നീയും ഉദ്ദേശിച്ച പ്രകാരം നടക്കട്ടെ, പറ്റില്ല. ഇതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് എന്താണ്? ഇത് പാടില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ വന്നിട്ടുള്ള ആസാറുകൾ, അതിൽ പ്രധാനപ്പെട്ടതൊക്കെ നമ്മളൊന്ന് കാണണം. ബാബു അധ്യായം ഏതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന? ഖൗലി, താഴെ പറയുന്ന വാക്കിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന അധ്യായം. മാഷാ അല്ലാഹു വശിഅത, അല്ലാഹുവും നീയും ഉദ്ദേശിച്ച പ്രകാരം നടക്കട്ടെ എന്നുദ്ദേശിച്ചു. അങ്ങനെ അള്ളാഹുവും നീയും എന്ന് ഒരേപോലെ അള്ളാഹുവിനെ സമപ്പെടുത്തിക്കൊണ്ട് പറയാൻ പറ്റുമോ? ആ തസ്ലിയത്ത് സമപ്പെടുത്തൽ വാക്കിൽ സംഭവിക്കുന്ന ശിർക്കാണ്. അത് ശിർക്കുൻ അസ്ഗറാണ്. കുറച്ചുകൂടി സൂക്ഷ്മമായിട്ടുള്ള പ്രയോഗങ്ങൾ നിർബന്ധമാണ്. അൻ ഖുതൈലത അന്ന യഹൂദിയൻ അത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ ഇന്നകും തുശ്രികൂൻ തഖൂലൂന മാ ശാ അല്ലാഹു വശിഅത وتقولون والكعبة فأمرهم النبي صلى الله عليه وسلم إذا أرادوا أن يحلفوا أن يقولوا ورب الكعبة وأن يقولوا ما شاء الله ثم شئت. رواه النسائي وصححه. وله أيضا عن ابن عباس رضي الله عنهما أن رجلا قال للنبي ما شاء الله وشئت قال أجعلتني لله ندا قل ما شاء الله وحده. ولابن ماجه عن الطفيل أخي عائشة لأمها قال رأيت كأني أتيت على نفر من اليهود قلت إنكم لأنتم القوم لولا أنكم تقولون عزير ابن الله قالوا وإنكم لأنتم القوم لولا أنكم تقولون ما شاء الله وشاء محمد. ثم مررت بنفر من النصارى فقلت إنكم لأنتم القوم لولا أنكم تقولون المسيح ابن الله قالوا وأنتم لأنتم القوم لولا أنكم تقولون ما شاء الله وشاء محمد. فلما أصبحت أخبرت بها من أخبرت ثم أتيت النبي صلى الله عليه وسلم فأخبرته فقال هل أخبرت بها أحدا؟ قلت نعم. قال فحمد الله وأثنى عليه ثم قال أما بعد فإن طفيلا رأى رؤيا أخبر بها من أخبر منكم وإنكم قلتم كلمة كان يمنعني كذا وكذا أن أنهاكم عنها فلا تقولوا ما شاء الله وشاء محمد ولكن قولوا ما شاء الله وحده.
ആദ്യം ഖുതൈലയിൽ നിന്നുള്ള റിവായത്ത്. ആരാണ് ഖുതൈല എന്ന് പറയുന്നത്? ഖുതൈല എന്ന് പറയുന്നത് ഖുതൈല ബിൻതു സഫിയ്യിൽ അൻസാരിയ്യത്തു. ഖുതൈലത്തു ബിൻതു സഫിയ്യിൻ, സഫിയ്യിന്റെ മകളായിട്ടുള്ള ഖുതൈല. അവരാരാണ്? സഹാബിയ, അൻസാരിയ, ഒരു അൻസാരി സഹാബിയ, അൻസാരിയത്തായിട്ടുള്ള ഒരു സഹാബി വനിതയാണ്. അവരിൽ നിന്ന് ഇമാം നസായി റിവായത്ത് സ്വീകരിച്ചിട്ടുണ്ട്. സഹാബിയാണ്. നസായി ഉദ്ധരിച്ചിട്ടുള്ള, ഇവരിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ആ റിവായത്ത് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവര് പറയാണ് അന്ന യഹൂദിയൻ അസൻ നബിയ, ഒരു ജൂതൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നു. ഫഖാല ഇന്നകും തുശ്രികൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജൂതനെ മുന്നിലിരുത്തിയിട്ട് അവരുടെ തെറ്റ് പറഞ്ഞു കൊടുത്തു. ഒരുപാട് പാഠം കിട്ടും. ഒരു ജൂതൻ വന്നാൽ, അല്ലെങ്കിൽ ഒരു ക്രൈസ്തവൻ വന്നാൽ ഇന്ന് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ തെറ്റെന്താണോ അത് പറയില്ല, അവരുടെ നന്മകൾ എന്താണോ അത് നന്നായിട്ട് പുകഴ്ത്തിയിട്ട് സോപ്പിട്ട് പറഞ്ഞു കൊടുക്കും. തഫ്രീഖുൽ മദാഹിബ് വൽ അദിയാൻ, മത സൗഹാർദ്ദം എന്നതിന് നമ്മളൊരു പേരും കൊടുക്കും. ഇത് ആ വ്യക്തിയോട് നമ്മൾ കാണിക്കുന്ന സ്നേഹമില്ലായ്മയുടെ, നസ്നേഹത്തില്ലായ്മയുടെ ലക്ഷണമാണ്. നമ്മുടെ കടമ നമ്മൾ നിറവേറ്റാതിരിക്കലുമാണ്. അയാൾക്ക് നല്ല ചായ കൊടുത്തു, വേണമെങ്കിൽ തെണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പൂശിക്കൊടുത്തു, ഒക്കെ ഒന്ന് റെഡിയാക്കി അയാളൊന്ന് ഒരു ഇക്രാമ് പോലെ വരുത്തിയിട്ട് അയാളിലുള്ള അടിസ്ഥാനപരമായ തെറ്റ് ആളോട് പറയണം. ഇത് സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ രക്ഷപ്പെട്ടു പോയാലും ഏറ്റവും വലുത് പരലോകമാണ്. അവിടെ നമ്മൾ പരാജയപ്പെടും. അത് പറഞ്ഞിരിക്കണം. പറയാവുന്ന സന്ദർഭം കിട്ടിയാൽ ഒരാളെ റോട്ടിൽ നിന്ന് കാണുമ്പോൾ വിളിച്ചെടുക്കുക, അങ്ങനെ അതല്ല ഇതിന്റെ ഉദ്ദേശം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു ജൂതൻ വരെയാണ്. ഇതിന്റെയൊക്കെ തസ്ബീഹ് നല്ല പ്രശ്നമാണ്. ഞാനിത് പറയും. അപ്പൊ ഇപ്പൊ തന്നെ റോട്ടിൽ ഇറങ്ങിയിട്ട് ഒരു നസ്രാനിനെ കണ്ടാൽ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം, അതല്ല തസ്ബീഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റോട്ടിൽ കണ്ടാൽ ഇങ്ങനെ വിളിച്ചിട്ട് വാടാ, അതല്ല പറഞ്ഞു. നബിന്റെ അടുക്കൽ വരികയാണ് ജൂതൻ. നബിനെ വിസിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും മുഹമ്മദ് നബിയെ സംബന്ധിച്ച് ജൂതന്മാർക്കറിയാം. അല്ലദീന ആതൈനാഹുൽ കിതാബ് യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കളെ അവർക്ക് തിരിച്ചറിയുന്നത് പോലെ മുഹമ്മദ് എന്ന പ്രവാചകനെ അവർക്കറിയാം. ഇത് അള്ളാഹ് നിയോഗിച്ചിട്ടുള്ള പ്രവാചകനാണ്. മുഹമ്മദ് നബി മക്കയിൽ പ്രവാചകനായി നിയുക്തനാകുന്നതിന്റെ തൊട്ടു മുമ്പത്തെ കാലഘട്ടങ്ങളിൽ, വർഷങ്ങളിൽ ജൂതന്മാരിൽപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ 3 ഗോത്രങ്ങൾ മദീനയിൽ അവർ അറബികളുമായി വല്ല കസവിച്ചകളും ഉണ്ടാകുമ്പോൾ, യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, അടിപിടികൾ ഉണ്ടാകുമ്പോൾ തോറ്റു കഴിഞ്ഞാൽ പറയും സമയമായിക്കണം, ഞങ്ങൾക്കൊരു നബി വരാൻ, അവസാന കാലത്തെ നബി. ആ നബി വന്നാൽ നിങ്ങൾ അതിനൊക്കെ പകരം തിരിച്ചടിക്കും. അങ്ങനെ ഒരു നബി വരാനുള്ള സമയം അത് വാച്ചിൽ നോക്കി കാത്തുത്തിരിക്കുന്നവരാ ജൂതന്മാർ. അങ്ങനെ വാച്ചിൽ നോക്കി ഇങ്ങനെ ഒപ്പം വരും, എല്ലാ ലക്ഷണവും പറഞ്ഞ ലക്ഷണം ഒക്കെ ഒത്തിട്ടുണ്ട് നബി വരാൻ. വേദങ്ങളിൽ അതിനെ സംബന്ധിച്ച് വ്യക്തമായ പരാമർശങ്ങളുണ്ട്. അങ്ങനെ ആ നബിൻ വന്നു നോക്കുമ്പോഴോ അവര് പ്രതീക്ഷിച്ചിരുന്നത് ജൂതന്മാരിൽ വരുന്ന, വന്നത് അറബികളിലായി. ആ വന്നത് അറബികളിലായി എന്ന ഒറ്റ കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരെ നിഷേധിക്കുക, തള്ളിക്കളഞ്ഞു. പക്ഷെ അവർക്കറിയാം, സ്വന്തം മക്കൾ അറിയുന്നത് പോലെ അവർക്കറിയാം. അതുകൊണ്ട് നബിന്റെ അടുക്കൽ വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നിട്ടുള്ള ഈ റിസാലത്തിനെ കുറിച്ച് ഒന്ന് കേൾക്കാനും അല്ലെങ്കിൽ തിരിച്ചൊന്ന് പറയാനും വാങ്ങാനും കൊടുക്കാനും വരികയാണ്. അങ്ങനെ ഒരു സാവകാശത്തിൽ, ഒരു സൗകര്യത്തിൽ ഒരാളെ കിട്ടിയാൽ അവിടെ സോപ്പിട്ട് വിടരുത്. അവിടെ അയാളോട് നമ്മൾ കൃത്യമായി പറയേണ്ടത് സോപ്പൊക്കെ അടിക്കണം. അതൊരു മനുഷ്യനുള്ളൊരു ഇക്രാമുണ്ട്. ആ ഇക്രാമൊക്കെ അയാൾക്ക് കൊടുത്തിട്ട് ചായ കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ ഭംഗിവാക്കുകളൊക്കെ പറഞ്ഞു. അതിന്റെ ശേഷം ഈ ദീനിന്റെ കാര്യത്തിൽ ഭംഗിവാക്ക് എന്നുള്ളത് ഹത്ത് പറയലാണ്, ബാത്തിൽ മത്തന്നെ അയാളെ നിലനിർത്താനല്ല. നബി അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നക്കും തുശ്രികൂൻ, നിങ്ങൾ വേദാവകാശികളാണ്, പക്ഷേ ഇന്നക്കും തുശ്രികൂൻ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നുണ്ട്. തഖൂലൂൻ, എന്താ നിങ്ങളിലുള്ള ശിർക്ക്? അറിവുള്ള ആളുകളിൽ സംഭവിക്കുന്ന ശിർക്ക് ഏതായിരിക്കും? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശിർക്കുൽ ഹഫീ, ശിർക്കുൽ അസ്ഗർ, ശിർക്കുൽ സറായിർ. അതാണ് അറിവുള്ള ആളുകളിൽ സംഭവിക്കുന്ന ശിർക്ക്. നിങ്ങളിലുള്ള ശിർക്ക് തഖൂലൂൻ, നിങ്ങൾ പറയാറുണ്ട്, മാഷാ അല്ലാഹു വശിഅ, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ച പ്രകാരത്തിൽ നടക്കട്ടെ.
അള്ളാഹുവിനെയും താങ്കളെയും ഈ ഒന്ന് അള്ളാഹു, മറ്റൊന്ന് അയാൾ അഭിസംബോധന ചെയ്യുന്ന വ്യക്തി, രണ്ടുപേരെയും തസ്മിയത്ത് നടത്തി സമപ്പെടുത്തിക്കൊണ്ടാണ് വ എന്നുള്ള ലിങ്കിങ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ട് അയാൾ സംസാരിച്ചത്. അത് ശിർക്കാണ്, ശിർക്കുന്ന സുഖം. നബി അദ്ദേഹത്തെ ബോധ്യപ്പെടും. ഒരക്ഷരം ജൂതന് പറയാനില്ല. കാരണം ജൂതന് ബുദ്ധിയുള്ളവനാണ്. ജൂതന് ജൂതന്മാരുടെ കൂട്ടത്തിൽ പൊട്ടന്മാരില്ല, നല്ല ബുദ്ധിയുള്ളവരാണ്. കാരണം ജൂതന്മാര് ആരിൽ നിന്നാ വരുന്നത്? ഇബ്രാഹിം നബിക്ക് 2 മക്കളുണ്ട്. ഒന്ന് യാക്കൂബ്, ഒന്ന് ഇസ്ഹാഖ്, മറ്റൊന്ന് ഇസ്മായിൽ. അതിന് ഇസ്ഹാഖിലുണ്ടായവരാണ് ജൂതന്മാർ. ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലുള്ളതാണ്. ഇസ്ഹാഖ് നബിയെ കുറിച്ച് ഖുർആനിൽ തന്നെ അല്ലാഹ് പറഞ്ഞത് അലീം, അറിവിന്റെ കാര്യത്തിൽ പക്ക, ആ പാരമ്പര്യമുള്ളവരാണ്. ഇസ്മായിൽ നബിയാണെങ്കിൽ ഹലീം, നല്ല സഹനവും നല്ല ക്ഷമയുള്ള, അവരിൽ നിന്ന് വന്നവരിൽ അതുമാണ് മികച്ചു കാണും. അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. ഭൗതികമാകട്ടെ അല്ലാത്തതാകട്ടെ അറിവിന്റെ കാര്യത്തിൽ അവരെപ്പോഴും ടോപ്പിലുണ്ടാകും. ഭൗതികമായ അറിവിൽ തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള എല്ലാ ശാസ്ത്രീയ കണ്ടുപിടുത്തം നമ്മൾ പറഞ്ഞത് മുഴുവനും ഈ ജൂതന്റെ തലേന്നുണ്ടാകാം. ഏറ്റവും വലിയ ഫിസിസിസ്റ്റ് ആരാന്ന് ചോദിച്ചാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു ജൂതനായിരുന്നു. ലോകത്ത് ഒരു ചരിത്രം മാറ്റി എഴുതിയത്, വിശ്വാസത്തിനധിഷ്ഠിതമായ ഒരു ചരിത്രം മനുഷ്യരാശിക്കൊള്ളൂ, ഈ ലോകത്തിനുള്ളൂ. ആ ചരിത്രം മാറ്റിയിട്ട് മറ്റൊരു തത്വശാസ്ത്രം കൊണ്ടുവന്നത് കാറൽ മാർക്സാണ്. കാറൽ മാർക്സ് ഒരു ജൂതനാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ നെറ്റ്വർക്കിംഗ് സമ്പ്രദായം, വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും നടക്കുന്നത്, വാർത്തകൾ ശേഖരിക്കുന്നത് എന്നീ ശേഖരിക്കുന്ന നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഉണ്ടാക്കിയതാരാ? റോയിട്ടർ. ഒക്കെ ജൂതനാണ്. ഇങ്ങനെ ഏത് നോക്കിയാലും ഒക്കെ ജൂതന്മാരുടെ അടുക്കലേക്കാണ് പോവുക. അവർക്ക് എല്ലാ കാര്യത്തെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അറിയാത്തതല്ല പ്രശ്നം. അവർ സത്യം ശരിക്കും മനസ്സിലാക്കി, പിന്നെ സൗകര്യപൂർവ്വം വിദ്വേഷം കാരണത്താൽ, അറബികളോടുള്ള വിദ്വേഷം കാരണത്താൽ, ഞങ്ങളിൽ വന്നില്ലല്ലോ എന്ന കുയിന്റെ കാരണത്താൽ മാറിപ്പോയ ആളുകളാണ് യഥാർത്ഥത്തിൽ ജൂതന്മാർ. അതുകൊണ്ട് അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഒന്നും പറയാൻ സാധിച്ചില്ല. അത് ശിർക്കാണ്. അയാൾ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു വത്തഖൂലു. രണ്ടാമത് നിങ്ങളുടെ അടുക്കൽ ശിർക്കിന്റെ മറ്റൊരു ഉദാഹരണം നിരത്തി നബി അദ്ദേഹത്തോട് സംസാരിച്ചു. ഒന്ന്, നിങ്ങളിൽ ശിർക്കുണ്ട്, നിങ്ങൾ മാഷാ അല്ലാഹ് വശിഅ്. രണ്ടാമത്, നിങ്ങൾ സത്യം ചെയ്യുമ്പോൾ പറയും വൽ കഅബതി, കഅബയെ പിടിച്ച് സത്യം ചെയ്യും. ഇത് രണ്ടും ശിർക്കാണ്. ഒരക്ഷരം അയാൾക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് നബിയാണ്, തെറ്റൂലെന്ന് അയാൾക്കറിയാം. പിന്നെ ഉരുണ്ട് കളിക്കാൻ അയാൾ നിന്നില്ല, മിണ്ടാതെ നിന്നു. എന്നിട്ട് നബി അദ്ദേഹത്തെ ഉപദേശിച്ചു. ഫഅമറഹുമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, അതുകൊണ്ട് നിങ്ങൾ ജൂതന്മാർ, നിങ്ങൾ വരുത്തേണ്ട മാറ്റം, നിങ്ങൾ സ്വീകരിച്ചിരിക്കേണ്ട ഉപദേശം, ഇദാ അറാദു അൻ യഹ്ലിഫു അൻ യഖൂലു, നിങ്ങൾ സത്യം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ശപഥം ചെയ്യുന്നതിന്, സത്യം ചെയ്യുന്നതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട ടേം, അതിന് നിങ്ങൾ ഉപയോഗിക്കേണ്ട വചനം വറബ്ബിൽ കഅബ, കഅബയല്ല വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് സത്യം ചെയ്യേണ്ടത്. വയഖൂലു, അതുപോലെ തന്നെ നിങ്ങൾ അള്ളാഹു താങ്കൾ ഉദ്ദേശിച്ചത് പ്രകാരം എന്ന് പറയരുത്. മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത, അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം, അള്ളാഹു ഉദ്ദേശിച്ചേ നടക്കുള്ളൂ. സുമ്മ ശിഅ്ത, പിന്നെ നീ അതിനുശേഷം സുമ്മ വെച്ചാൽ അത് തസ്ബീഹത്ത് വരൂല. അപ്പൊ അതിൽ നിന്ന് വല്ല രക്ഷപ്പെടുന്നു മാത്രം. സുമ്മ ശിഅ്ത, പിന്നെ നീ കരുതിയത് എന്താണോ? കാരണം മനുഷ്യന്മാർ ഒരു കാര്യം ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത്ര സ്വതന്ത്രമായി ഉദ്ദേശിക്കാനൊന്നുമുള്ള കഴിവില്ല. വമാ തശാഊൻ ഇല്ലാ അൻ യശാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശത്തെ മറികടന്നുകൊണ്ട് അതിനപ്പുറം ഒന്ന് എത്തിക്കാനുള്ള കഴിവല്ല നിങ്ങൾക്ക് വിട്ടു തന്നിട്ടില്ല. ഏതാ മനുഷ്യനുള്ളത്? നമ്മൾ മനുഷ്യന്റെ കാര്യങ്ങൾ കിട്ട് കണക്കാക്കി നോക്കിയാൽ മനുഷ്യനൊന്നുമില്ല. നീ ആരായിരിക്കണം നമ്മോട് ചോദിച്ച് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം തന്നല്ല, അത് നമുക്ക് അല്ലാഹ് തന്നിട്ട് അത് വാങ്ങിയതാണ്. എന്നെ ഉമ്മയും വാപ്പി ആരായിരിക്കണം നമ്മളോട് ചോദിച്ചിട്ട് ഇന്നാളം പിന്നെ മകനായിട്ട് ജനിക്കണം എന്ന് നമ്മൾ തെരഞ്ഞെടുത്തിട്ടല്ലല്ലോ നമ്മൾ ഉമ്മാന്റെയും വാപ്പാനെയും നമുക്ക് കിട്ടിയത്. അതുപോലെ നിനക്ക് എത്ര ശാരീരികമായ കഴിവുകൾ വേണം, നിനക്കെത്ര ബുദ്ധിപരമായ കഴിവുകൾ വേണം, നിനക്കെത്ര സൗന്ദര്യം വേണം, നിനക്കെത്ര ബുദ്ധി വേണം, ഇങ്ങനെ തുടങ്ങി മനുഷ്യന്റെ ജീവിതത്തിലെ ഓരോ ചുക്കും മനുഷ്യന്റേതല്ല, അവന്റെ കഴിവിൽപ്പെട്ടതല്ല, അവന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതല്ല, അവനോട് അഭിപ്രായം ചോദിച്ചതല്ല, ഒക്കെ സൂപ്പർ ഇമ്പോസിഡാണ്. ഇനി നമ്മളൊരു കാര്യം ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ള ചില കാര്യങ്ങളിൽ നമുക്ക്
ശറഇന്റെ പരിധി എന്ന് പറയുന്ന ശറഇന്റെ മേഖലയിൽ അനുസരിക്കാനും തെക്കിയിരിക്കാനും അള്ളാഹ് സാവകാശവും അനുവാദവും നൽകി. അവിടെ അള്ളാഹ് നൽകിയതുകൊണ്ട് അതിന് സ്വാഗതം. അതല്ലാത്ത കാര്യങ്ങളിലോ പ്രാപഞ്ചികമായ യൂണിവേഴ്സലായ കാര്യങ്ങളിലോ അവിടെ നമുക്ക് അനുസരിക്കാനും ധിക്കരിക്കാനും ഉള്ള സാവകാശം നൽകിയിട്ടില്ല. ഈ ബിൽഡിംഗ് വന്ന് താഴത്തേക്ക് ചാടിയാൽ ആകാശത്തേക്ക് അങ്ങോട്ട് വിൽക്കണം, ഭൂമിക്ക് ഇങ്ങോട്ട് പോകരുത് എന്ന് പറയാൻ തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല. അതുകൊണ്ട് ഭൂമിക്ക് വിൽക്കണം എന്നുള്ള അള്ളാന്റെ ആ നിയമത്തെ ലംഘിച്ചിട്ട് എനിക്ക് ആകാശത്തേക്ക് അങ്ങോട്ട് പോകണം എന്ന് നമുക്ക് ലംഘിക്കാൻ പറ്റുമോ? കഴിയില്ല. അപ്പോ ശറഇന്റെ പരിധിയിൽപ്പെട്ടത് ലംഘിക്കാൻ അത് അള്ളാഹ് ഒരു അനുവാദം തന്നുകൊണ്ട് മാത്രമാണ്, അള്ളാഹ് നൽകിയ സാവകാശത്തിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ മശീയത്ത്, മനുഷ്യരുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് തുല്യ മശീയത്തില്ലാഹി തബാറക വ തആല, അള്ളാഹുവിന്റെ മശീയത്തിന് വിധേയമായിട്ട് മാത്രമാണ് എന്നുള്ള കാര്യം എന്നിട്ട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ മാഷാ അല്ലാഹ് പിന്നെ തസ്ബീഹത്തിന്റെ വാക്കുപയോഗിക്കരുത്, തുമ്മ ഉപയോഗിക്കണം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോ ഇതിലെന്തൊക്കെയാണ്? ഒരു മുസ്ലിം അല്ലാത്ത ഒരു മുസ്ലിം അല്ലാത്ത ഒരു ആളെ കിട്ടിയാൽ പോലും ശരിയായ അവസരത്തിലാണെങ്കിൽ, അതിന്റെ റൈറ്റ് ടൈമിലാണെങ്കിൽ അയാളോട് പറയേണ്ടത് നമ്മൾ പറഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജൂതൻ വന്നപ്പോൾ ആ ജൂതനോട് നബി ഇത് പറഞ്ഞു. അവിടെ ഒരു സ്റ്റോപ്പിംഗും ഇല്ല, നേരെ ഔട്ട്റൈറ്റ് ആയിട്ടാണ് ആ വാക്ക് നോക്കിങ്ങൾ നേരെ മുഖത്ത് നോക്കി, ഇന്നക്കും തുശ്രിക്കും, നിങ്ങൾ ശിർക്ക് ചെയ്യും. സംശയമുണ്ടോ? ഉദാഹരണം പിടിച്ചോ. നിങ്ങൾ പറയാറുണ്ട് മാഷാ അല്ലാഹ് വശിക്കും. പിന്നെയും ഉദാഹരണം വേണോ? നിങ്ങൾ ഹനഫ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുന്നു വൽ കഅബ, കഅബ തന്നെയാണ് സത്യം. അല്ല, ഇന്നക്കും തുശ്രികൂൻ എന്നുള്ളത് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജൂതനോട് പറഞ്ഞതായിട്ടാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ അധികമുള്ളത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇങ്ങോട്ട് പറഞ്ഞതായിട്ട് ഇതിനൊരു വ്യാഖ്യാനമുണ്ട്. അത് തുഫൈൽ ആ ഹദീസിൽ അത് പറയുന്നിടത്ത് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തിരുത്തുന്നവർക്ക് അത് വേറെ വരുന്നുണ്ട്. ഇവര് പറയുന്നത് ജൂതന്മാർ ഈ തസ്ബീഹത്ത് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ തഖൂലൂന വൽ കഅബ ഫഅമറഹുമുൻ നബിയ്യു ഇദാ അറാദു അൻ യഹ്ലിഫു അൻ യഖൂലു വറബ്ബിൽ കഅബ വഅൻ യഖൂലു മാഷാ അല്ലാഹു സുമ്മ ശിഅ്ത. ഇത് അവരോട് ജൂതന്മാരോട് നബി ഉപദേശിച്ചതായിട്ടാണ് അധിക വ്യാഖ്യാതാക്കളും ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. മറിച്ചൊരു ഇങ്ങോട്ട് പറഞ്ഞു എന്നൊരു വ്യാഖ്യാനം അതിനുണ്ട്, പക്ഷെ അധികവും ഇത് അങ്ങോട്ട് പറഞ്ഞതായിട്ടാണ്. പിന്നെ അതിനുശേഷം വഫീഹി ബയാനുൻ നഹി അനിൽ ഹൽഫി ബിൽ കഅബ മഅ അന്നഹാ ബൈത്തുല്ലാഹി അല്ലതി ഹജ്ജുഹാ വഹാദാ യുബയ്യിനു അന്ന നഹി അനി ശിർക്ക് ബില്ലാഹി ആമുൻ ലാ യസ്ലഹു മിൻഹു ഷൈ. പിന്നെ അതിനുശേഷം അടുത്തതിലേക്ക് പോയി. അടുത്ത ഹദീസ്, ആ ഹദീസിൽ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഇബ്നു മാജ തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്. ആ ഹദീസ് ഇനി ഇബ്നു മാജന്റെ മൂന്നാമത്തെ പിന്നെ വായിക്കാം. ഇബ്നു മാജന്റേത് അനി തുഫൈൽ, തുഫൈലിൽ നിന്നുള്ളതാണ്. തുഫൈൽ എന്ന് പറയുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരപുത്രൻ അല്ല, ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരനാണ്. ഉമ്മ ഒത്തിട്ടുള്ള സഹോദരൻ, വാപ്പ വേറെ, അബൂബക്കർ സിദ്ദീഖിന്റെ മകനല്ല, മറിച്ചിട്ട് ഉമ്മ ഒത്തിട്ടുള്ള ഒരു സഹോദരനുണ്ട്. ആ സഹോദരനാണ്. قال رأيت كأني أتيت على نفر من اليهود. അയാൾ ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറയാൻ, റഅയ്തു, ഞാൻ സ്വപ്നം കണ്ടു. ഇവിടെ റഅയ്തു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വപ്നമാണ്. എന്താണത്? കഅന്നി അതൈതു അലാ നഫറിൻ മിനൽ യഹൂദ്, ജൂതന്മാരിൽപ്പെട്ട ഒരു വിഭാഗത്തിന്റെ അടുക്കലൂടെ ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. ഖുൽതു, അപ്പൊ ഞാൻ ആ ജൂതന്മാരോട് പറഞ്ഞു, ഇന്നക്കും ലഅൻതുമുൽ ഖൗം, നിശ്ചയമായും നിങ്ങൾ തന്നെയാണ് നല്ല ജനം, നിങ്ങളൊരു നല്ല ജനവിഭാഗമാകുമായിരുന്നു. ലൗല അന്നക്കും തഖൂലൂന ഉസൈർ ഇബ്നുല്ലാഹ്, ഉസൈർ അല്ലാഹുവിന്റെ പുത്രനാണ് എന്നുള്ള നിങ്ങളുടെ ഈ വാദമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഒരു സമൂഹം എന്ന് നിങ്ങളെക്കുറിച്ച് പറയാമായിരുന്നു എന്ന് ആര് പറയാണ്? തുഫൈൽ പറയാം. ഇതൊന്നും പറയുന്നില്ല, സ്വപ്നത്തിൽ കാണാണ്. തുഫൈൽ സ്വപ്നത്തിൽ കാണുന്നു, ജൂതന്മാരിയ്ക്കുന്നിടത്തേക്ക് അദ്ദേഹം ഇങ്ങനെ പോവുക.
പോകുന്ന സമയത്ത് ജൂതന്മാരോട് അദ്ദേഹം പറയുന്നു, നിങ്ങൾ ഒരു ഖൗമാണ്, നല്ല ഖൗമ്. പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ തകരാർ എന്താണ്? ഉസൈർ എന്ന് പറയുന്ന പ്രവാചകൻ അള്ളാന്റെ പുത്രനാണ് എന്ന് നിങ്ങൾ വാദിച്ചു കളയുന്നു. ഫഖാലു വഇന്നകും ലഅൻതുമുൽ ഖൗം. അപ്പൊ അവര് തിരിച്ച് ഇങ്ങോട്ട് പറഞ്ഞു, ആ ജൂതന്മാര് തുഫൈലിനോട് ഇങ്ങോട്ട് തിരിച്ചു പറഞ്ഞു, ലൗല അന്നകും തഖൂലൂൻ ഇന്നകും ലഅൻതുമുൽ ഖൗം. അല്ല, നിങ്ങളൊരു നല്ല സമൂഹമായിരുന്നു, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന നിങ്ങൾ നല്ലൊരു സമൂഹമാകുമായിരുന്നു. ലൗല അന്നകും തഖൂലൂൻ, നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ മാ ശാ അല്ലാഹു വശാ മുഹമ്മദുൻ, അള്ളയും മുഹമ്മദ് നബിയും ഉദ്ദേശിച്ചത് പ്രകാരം എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്. അള്ളാഹിനോട് മുഹമ്മദ് നബിയെ നിങ്ങൾ സമപ്പെടുത്തി പറയുന്നു. ഞങ്ങള് ഉസൈർ അള്ളാന്റെ പ്രവാചകനാന്ന് പറയുന്നുണ്ടെങ്കിൽ അള്ളാഹിനോട് സമപ്പെടുത്തിയിട്ട് മുഹമ്മദ് നബി ഈ വിഷയം കടന്നു വരുന്നത്. മറ്റത് ജൂതന്മാരോട് ഉപദേശിച്ചു, മറിച്ച് വ്യാഖ്യാനമുണ്ട്. പക്ഷെ ഉപദേശിച്ചു, ജൂതന്മാരെ ഉപദേശിച്ചതായിട്ടാണ് അതിന് ഫലം നൽകിയിട്ടുള്ള അതിന്റെ വ്യാഖ്യാനം. എന്നിട്ട് പറഞ്ഞു, അതിനുശേഷം സ്വപ്നത്തിൽ അയാൾ ജൂതന്മാരുടെ അടുക്കൽ നിന്ന് പോയി ക്രൈസ്തവരായ ഒരു ജനവിഭാഗത്തിന്റെ അടുക്കലെത്തി. സഖൽതു, അവിടെ തുഫൈൽ പറയുന്നു, ആ ക്രൈസ്തവരോട് പറയുന്നു, ഇന്നകും ലഅൻതുമുൽ ഖൗം, നിങ്ങൾ തന്നെയാണ് ശരിയായ നല്ലൊരു ജനത, നിങ്ങളൊരു നല്ല ഖൗമാകുമായിരുന്നു. ലൗല അന്നകും തഖൂലൂന അൽ മസീഹു ഇബ്നുല്ലാഹ്, ഈസ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ. അത് വലിയ അബദ്ധമാണ്. ഉസൈർ ഇബ്നുല്ലാഹ് എന്ന് പറഞ്ഞതുപോലെ ഒരു പച്ചയായ ഒരു ശിർക്കുൻ അക്ബറാണ്. അങ്ങനെ ഒരു വാദം നിങ്ങൾക്കില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നല്ലൊരു ജനവിഭാഗം തന്നെയാകുമായിരുന്നു. പാലും അപ്പൊ അവര് നസാറാക്കൾ തിരിച്ചു പറയുന്നതായി സ്വപ്നത്തിൽ കാണുന്നു. അൻതും ലഅൻതുമുൽ ഖൗം, എന്നാൽ നിങ്ങൾ തന്നെ ഒരു നല്ല സമൂഹമാകുമായിരുന്നു. ലൗല അന്നകും തഖൂലൂന മാ ശാ അല്ലാഹു വശാ മുഹമ്മദ്, ഞങ്ങള് ഈസ അള്ളാന്റെ പുത്രനാണ് ഞങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളുടെ അടുക്കലും സമാനമായതുണ്ട്. അള്ളാഹുവും മുഹമ്മദും ഉദ്ദേശിച്ചതുപോലെ എന്ന് നിങ്ങൾ പറയാറില്ലേ, ആ വാക്കില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പെർഫെക്റ്റ് ആകുമായിരുന്നു. ഫലമ്മ അസ്ബഹ്തു, അങ്ങനെ ഇത് രാത്രിയിൽ കണ്ട സ്വപ്നാണ്. നേരം പുലർന്നപ്പോൾ അഖ്ബർതു ബിഹാ മൻ അഖ്ബർതു, എനിക്കുണ്ടായ ഈ സ്വപ്ന ദർശനം ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു. ഇന്നലെ രാത്രി ഞാൻ സ്വപ്നം കണ്ടു, ജൂതന്മാരിയ്ക്കുന്നു, അവരോട് പറഞ്ഞു നിങ്ങൾ നല്ലൊരു ഖൗമാകുമായിരുന്നു, ഇബ്നുല്ലാഹ് എന്നുള്ള വാദം നിങ്ങൾക്കില്ലായിരുന്നെങ്കിൽ. അവർ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ നല്ല ഖൗമാകുമായിരുന്നു, മാഷാ അല്ലാഹ് വശാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ. പിന്നെ ഞാൻ ക്രൈസ്തവരുടെ അടുക്കൽ പോയി, അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു നല്ല ഖൗമാകുമായിരുന്നു, ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ. ഏത് ഈസ മസീഹ് ഇബ്നുല്ലാഹ് എന്ന് നിങ്ങൾ പറയുന്നില്ലായിരുന്നുവെങ്കിൽ. അപ്പൊ അവരിങ്ങനെ തിരിച്ചു പറഞ്ഞു, നിങ്ങൾ നല്ല ഖൗമാകുമായിരുന്നു, മാഷാ അല്ലാഹ് വശാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ. അങ്ങനെ നബിയെ ഫഅഖ്ബർ, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞു. ഖാല, അപ്പൊ നബി എന്നോട് ചോദിച്ചു, ഹൽ അഖ്ബർത ബിഹാ അഹദൻ, നീ കണ്ട ഈ സ്വപ്നത്തെ സംബന്ധിച്ച് ആരോടെങ്കിലും നീ സംസാരിച്ചുമോ? ഖുൽതു നഅം, അപ്പൊ തുഫൈൽ പറഞ്ഞു, അതെ, ഞാൻ ചിലരോടൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. ഖാല, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഖാല റാവി പറയാം, ഇത് നബിന്റെ വാക്കല്ല ഖാല. അങ്ങനെ അത് പറഞ്ഞതിന് ശേഷം നബി ആളുകളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് ഈ കാര്യം വിശദീകരിച്ചു. ഫഹമിദല്ലാഹ് വഅസ്ന അലൈഹി, അള്ളാഹുവിനുള്ള മഹാമിദുകൾ ഹംദ് ചൊല്ലി അള്ളാഹ്ക്കുള്ള സനായികളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അമ്മാ ബഅദ് ഫഇന്ന തുഫൈലൻ, എന്നാൽ തുഫൈൽ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ റആ റുഅയൻ, ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അഖ്ബറ ബിഹാ മൻ അഖ്ബറ മിൻകും, ആ സ്വപ്നത്തെക്കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ ആരോടൊക്കെയോ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഒരു സ്വപ്നം അദ്ദേഹം കണ്ടു, ആ സ്വപ്നത്തെക്കുറിച്ച് നിങ്ങളിൽ ചിലരോടൊക്കെ പറയുകയും ചെയ്തു. ആ സ്വപ്നം അനുസരിച്ച് വഇന്നകും ഖുൽതും കലിമ, നിങ്ങളൊരു വാക്ക് പറയാറുണ്ടായിരുന്നു. കാന യംനഉനി കദാ വകദാ, അത് യംനഉനി കദാ വകദാ അൻഹാകും അൻഹാ, ആ വാക്ക് നിങ്ങൾ പറയുന്നതിൽ നിന്ന് നിങ്ങളെ വിലക്കാൻ, നിങ്ങളെ തടുക്കാൻ, എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നത് ഇന്ന കാര്യങ്ങളാണ്. അത് മറ്റു റിവായത്തുകളിൽ, അത് വിശദമായി വന്ന റിവായത്തുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഹയാ ഉണ്ടായിരുന്നു. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ, നബിയെ താങ്കൾ ഉദ്ദേശിച്ചതുപോലെ എന്ന് പറയുമ്പോ ശറഈന്റെ കൽപ്പനകള് അള്ളാഹ് പറഞ്ഞതുപോലെ, നബി പറഞ്ഞതുപോലെ അള്ളാഹിനനുസരിക്കുക, മുഹമ്മദ് നബി അനുസരിക്കുക. ശറഅ് എന്ന് പറഞ്ഞാൽ ഖാലല്ലാഹും ഖാല റസൂലുള്ളാഹിയുമാണല്ലോ. അപ്പൊ ആ ഒരു രൂപത്തിലേക്ക് ഈ കാര്യങ്ങൾ അതിന്റെ ആ രൂപത്തിലായിരിക്കും എന്നതുകൊണ്ട് ഒരു ഹയാ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടത് അങ്ങനെ പറയരുത് എന്ന് വിലക്കിയിട്ടുണ്ടായിരുന്നില്ല. നബിയുടെ ഹയാ ആയിരുന്നു അത് തടുക്കുന്നതിനുള്ള തടസ്സമെന്ന് മറ്റു റിവായത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ വല്ലാഹു ലാ യസ്തഹീ മിനൽ ഹഖ്,
ഒരു ഹക്കുണ്ടെങ്കിൽ ഹക്കിന്റെ അതിനാ ഹക്ക് ഏറ്റവും താഴ്ന്ന പടിയിലുള്ളതാണെങ്കിലും ഏറ്റവും മുകൾ പടിയിലുള്ളതാണെങ്കിലും ഹക്കത് മുഴുവനും അല്ലാഹ് തന്റെ അടിയാറുകളെ അറിയിക്കേണ്ടത് മുഴുവനും അറിയിച്ചിട്ടുണ്ട്. അത് മുഹമ്മദ് നബിയെ കൊണ്ട് അറിയിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിന് അവസരമുണ്ടാക്കിയിട്ട് നബിയെ കൊണ്ട് അറിയിച്ചു കൊടുത്തു. അതിനാൽ ഫലാ തഖൂലു, ഇനിമേൽ, കാരണം ഇങ്ങനെ ഈ സ്വപ്നം എന്ന് പറയുന്നത് തുഫൈൽ കണ്ട സ്വപ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തഖരീറോട് കൂടിയിട്ട് അത് വഹയിന്റെ ഭാഗമായി തീരുന്നു. തുഫൈൽ കണ്ട സ്വപ്നം നബിയുടെ തഖരീർ, സാങ്ഷൻ, അംഗീകാരം കൂടി അതിന്മേൽ അറ്റസ്റ്റ് ചെയ്യുന്നതോടുകൂടി അതെന്തായിത്തീരുന്നു? അത് വഹയിന്റെ ഭാഗമായി തീരുന്നു. വഹയിന്റെ 46 അംശങ്ങളിൽ ഒരംശമാണ് സ്വപ്നം എന്ന ഹദീസുകളിൽ വന്നത്. വഹയിന്റെ 46 പാർട്ടുകളിൽ ഒരു പാർട്ടാണ് സ്വപ്നം. നബിമാരുടെ സ്വപ്നം ഖിലാഫില്ല, അത് കൃത്യമായി വഹി തന്നെയായി. നബിമാരല്ലാത്തവരുടെ സ്വപ്നം, ആ സ്വപ്നം വഹിയാകാം, അല്ലാത്തതാകാം. വഹിയാണ് എന്നെങ്ങനെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക? അത് ബിതഖരീരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെ അത് വഹിയുടെ ഭാഗമാണ് എന്ന് തഖരീർ ചെയ്തു കൊടുക്കണം. ഇവിടെ തുഫൈലിന്റെ സ്വപ്നത്തെ നബി തഖരീർ ചെയ്തുകൊണ്ട് അതിനാൽ തന്നെ ഇത് വഹിയിൽപ്പെട്ടതാണ് എന്ന് അംഗീകരിക്കപ്പെടുകയും വഹിയുടെ 46 പാർട്ടുകളിൽ ഒരു പാർട്ടാണ് സ്വപ്നം എന്ന് പറയുന്നത്. ആ ഹദീസിന്റെ മഅന ഇവിടെ പുലരുകയും ചെയ്യുകയാണ്. അതിനാൽ ഫലാ തഖൂലു, ഇനിമേൽ നിങ്ങൾ പറയരുത് മാ ശാ അല്ലാഹു വ ശാ മുഹമ്മദുൻ, മാ ശാ അല്ലാഹു വ ശാ മുഹമ്മദുൻ. അല്ലാഹു ഉദ്ദേശിച്ചത്, മുഹമ്മദ് നബി ഉദ്ദേശിച്ചത്, അല്ലാഹു മുഹമ്മദ് നബിയും ഉദ്ദേശിച്ച പ്രകാരം എന്ന തസ്വിയത്തിന്റെ ലഫ്ള്, തസ്വിന് വാവ് കൊടുത്താൽ തസ്വിയത്ത് വരും. അല്ലാഹും നബിയും രണ്ടും തസ്വിയത്ത് സമമാണ് എന്നത് ലഫ്ളിൽ വരും. ആ വാക്ക് ഇനിമേൽ നിങ്ങൾ ഉപയോഗിക്കരുത്. മറിച്ച് വലാകിൻ ഖൂലു, മറിച്ച് നിങ്ങൾ പറയേണ്ടത് മാ ശാ അല്ലാഹു വഹദ, അള്ളാഹു ഉദ്ദേശിച്ചതു പ്രകാരം മാത്രം, വേറെ ഉദ്ദേശിച്ച പ്രകാരമല്ല. ഇതാണ് ഒരു മുഅ്മിനുള്ളത്. ഇവിടെ വളരെ സൂക്ഷ്മമായ ചില മഅനകൾ ചില മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ട്. ആ ജൂതന്മാരോട് പറഞ്ഞത്, ഒരു ജൂതൻ വന്നിട്ട് പറഞ്ഞ കാര്യം ആദ്യം പറഞ്ഞല്ലോ, അവിടെ അവരോട് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ മാ ശാ അല്ലാഹ് സുമ്മ ശിഅ്ത, സുമ്മ വെച്ചിട്ട് പറയാം. എന്നാൽ ഒരു മുഖ്ലിസായ മനുഷ്യൻ, തൗഹീദ് പൂർണ്ണമായി തഹ്ഖീഖ് ചെയ്തൊരു മനുഷ്യൻ, അയാളുടെ വാക്കെന്തായിരിക്കണം? മാ ശാ അല്ലാഹു വഹദഹു. മറ്റേ ജൂതന്മാരോട് പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളോട് പറഞ്ഞു മാ ശാ അല്ലാഹു വഹദ. ആ വഴി ഹസ്മൻ ലിമാദ്ദത്തി ശിർക്കിയാത്ത്, ഷിർക്കിയാത്തിന്റെ ഒരു വഴി ഇങ്ങോട്ട് വരാനുള്ള ഒരു പഴുതുമില്ലാതെ അത് മുഴുവനും മുറിച്ചിട്ട് പറഞ്ഞു മാ ശാ അല്ലാഹു വഹദ. അതാണ് നിങ്ങൾ പറയേണ്ടത്, അതാണ് നിങ്ങൾ പറയേണ്ടത്. ആ ജൂതന്മാര് പറഞ്ഞിരുന്നവരോട് പറഞ്ഞു നിങ്ങൾ ശിർക്ക് ചെയ്യുന്നു. ആ ശിർക്ക് ഇതാണ് മാ ശാ അല്ലാഹു വ ശാ ഫുലാൻ, അല്ലെങ്കിൽ മാ ശാ അല്ലാഹു വ ശിർക്ക്. അത് നിങ്ങൾ പറയുന്ന ശിർക്കാണ്. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? മാ ശാ അല്ലാഹു സുമ്മ ശിഅ്ത എന്നാക്കണം. അതുപോലെ തന്നെ കഅബ എന്നെ പിടിച്ചിട്ട് നിങ്ങൾ സത്യം ചെയ്യാറുണ്ട്, കഅബയെ പിടിച്ച് സത്യം ചെയ്യരുത്, വറബ്ബിൽ കഅബ എന്നാക്കണം. എന്നിട്ട് ഇനി അതിന്റെ മൂന്നാമത്തെ ഹദീസ്, അതിനുള്ള മൂന്നാമത്തേത് വലഹു അയ്ളൻ അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിവായത്ത് അന്ന റജുലൻ ഖാല ലിന്നബി. ഇതിനു മുമ്പ് മുസ്ലിമീങ്ങളും ഇത് പറഞ്ഞിരുന്നു. തുഫൈലിന്റെ ഈ സ്വപ്നം ഉണ്ടാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അടിസ്ഥാനത്തിൽ അത് വഹയാണെന്ന് തഖ്രീർ നടത്തുകയും മുമ്പ് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാ കൊണ്ട് ചിലപ്പോൾ ചിലരൊക്കെ പറഞ്ഞപ്പോൾ അത് തടുക്കാതെ വിട്ടുപോവുകയും ചെയ്ത കാര്യം അല്ലാഹു ലാ യസ്തഹി മിനൽ ഹഖ്, അത് പറയാൻ, വെട്ടിത്തുറന്ന് പറയാൻ അള്ളാഹ്ക്ക് യാതൊരു ലജ്ജയുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിലക്കുകയും ചെയ്തു. അതിനാൽ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള റിവായത്ത് അന്ന റജുലൻ ഖാല ലിന്നബി, പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു മാ ശാ അല്ലാഹു വ ശിഅ്ത, അള്ളാഹു താങ്കൾ ഉദ്ദേശിച്ചത് പ്രകാരം. അള്ളാഹുവിനെയും മുഹമ്മദ് നബിയെയും തസ്ബീഹ് നടത്തി സമപ്പെടുത്തിക്കൊണ്ടുള്ള പദപ്രയോഗം നടത്തിയപ്പോൾ നീ എന്നെ അള്ളാഹുവിന് സമനാക്കി തീർക്കുകയാണോ ചെയ്തത്? ഇവിടെ ശിർക്കുൻ അസ്ഗറാണ് അയാളിൽ നിന്ന് സംഭവിച്ചത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തഹ്ദീർ ചെയ്യാൻ ആ താക്കീത് നൽകിയപ്പോൾ അത് കർക്കശമാക്കാൻ വേണ്ടി റസൂലുള്ളാഹി അയാളോട് ചോദിച്ചത് ശിർക്കുൻ അക്ബറിന്റെ വഴിയാണ്.
അജഅൽതനി ലില്ലാഹി നിദ്ദ, അള്ളാഹുവിനുള്ള ഒരു സമൻ, അള്ളാഹുവിനുള്ള ഒരു തുല്യനാക്കുകയാണോ നീ എന്നെ ചെയ്തത്? ഖുൽ, നീ പറയൂ, മാ ശാ അല്ലാഹു വഹ്ദ, അള്ളാഹു അവൻ ഉദ്ദേശിച്ചത് മാത്രം ഇതേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ മാ ശിഅ്ത എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇതിന്റെ മസായിലുകളുണ്ട്. ആ മസായിലുകളിൽ ഒന്നാമത്തേത് അൽ മഅരിഫത്തുൽ യഹൂദി ബിശ്ശിർക്കിൽ അസ്ഗർ. ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിർക്കുൻ അസ്ഗർ വരെ അറിയുമായിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ഇന്നകുല്ല തുശ്രികൂൻ എന്ന് പറഞ്ഞപ്പോ, അല്ല ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഉദാഹരണം പറഞ്ഞപ്പോൾ മാഷാ അല്ലാഹ് വശീത്തെന്നും വൽ കഅബ എന്നും പറഞ്ഞ് നിങ്ങൾ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് ശിർക്കല്ല എന്ന് ഇന്നത്തെ കാലത്തെ ആൾക്കാർ അതെങ്ങനെ ശിർക്കാകാന്ന് മുസ്ലിമീങ്ങൾ ചോദിക്കും. പക്ഷെ ആ ജൂതൻ അത് സംശയം തോന്നിയിട്ടില്ല. ജൂതന്മാർക്ക് അതുവരെ അറിയാമായിരുന്നു. ഇനി ആ ഹദീസിന്റെ മറ്റൊരു വ്യാഖ്യാനം, അനസ് നേരത്തെ സൂചിപ്പിച്ചത് പ്രകാരം ആ ജൂതൻ അത് നബിയോട് മുസ്ലിമീങ്ങളുടെ അടുക്കൽ ഈ ശിർക്കുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് പറയുകയാണെങ്കിൽ പോലും ഈ മസല അതിൽ സ്ഥിരപ്പെട്ടു. കാരണം ജൂതന്മാർക്ക് ആ ശിർക്കുൻ അസ്ഗർ അറിയുന്നോണ്ടാണല്ലോ നബിനോട് വന്നിട്ട് എന്ത് പറയുന്നത്, നിങ്ങൾ ശിർക്കുണ്ട്, ഏതാ നബിന്റെ അടുക്കൽ മുസ്ലിമീങ്ങളുടെ അടുക്കൽ, നബിന്റെ അടുക്കലല്ല മുസ്ലിമീങ്ങളുടെ അടുക്കൽ ശിർക്കുണ്ട് എന്ന് പറയുന്ന ആ ശിർക്ക് ഏതാണ്? ഈ ശിർക്കുൻ അസ്ഗറാണ്. അസ്സാനിയത്തു ഫഹ്മുൽ ഇൻസാനി ഇദാ കാന ലഹു ഹവാ. രണ്ടാമത്തെ മസ്അല, ഒരു മനുഷ്യൻ ഒരു കാര്യത്തെ ഗ്രഹിക്കുന്നത് ഇദാ കാന ലഹു ഹവാ, അവനൊരു ഹവണ്ടെങ്കിൽ എങ്ങനെയാണ്? ഹവണ്ടെങ്കിൽ ആ ഹവക്ക് അനുസരിച്ചിട്ടാണ് കാര്യങ്ങളാണ് എടുക്കുക. അതെന്താണ്? അത് ഇവിടുന്ന് എവിടുന്ന നമുക്ക് കിട്ടുക? ഇപ്പൊ ജൂതന്മാരോട് ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ നല്ല കൗമാണ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, ഉടനെ തന്നെ അവർ തിരിച്ചു പറഞ്ഞു. അത് ശിർക്കല്ല എന്നവർക്ക് തെളിയിക്കാനോ പറയാനോ കഴിയാത്തപ്പോ നിങ്ങൾ നല്ലോലായിരുന്നു മാഷാ അല്ലാഹ് ഷാ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, അപ്പൊ അവർ ചെയ്യുന്ന ആ വലിയ ശിർക്കിനെ, ശിർക്കുൽ അക്ബറിനെ അവർ മൂടിവെക്കാൻ വേണ്ടി അവരുടെ മനസ്സിലൊരു ഹവയുള്ളതുകൊണ്ട് തിരിച്ചു പറയാം. അതുകൊണ്ട് സത്യം ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ മനസ്സിലുള്ള ഹവ, നേരത്തെ മനസ്സിൽ ഉറച്ചു കിടക്കുന്ന ചില ആശയങ്ങൾ ഉണ്ടാകും, മനസ്സിന്റെ ചില അഭീഷ്ടങ്ങൾ ഉണ്ടാകും, ചില മുൻവിധികൾ ഉണ്ടാകും. അതിൽ നിന്ന് തെജ്രീദ് നടത്താത്തിടത്തോളം, അതിൽ നിന്ന് മനസ്സിനെ മുക്തമാക്കാത്തിടത്തോളം, മുൻവിധികളില്ലാത്ത പക്ഷപാതിത്വങ്ങളില്ലാത്തൊരു മനസ്സുകൊണ്ട് നിങ്ങൾ സത്യത്തെ സമീപിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് സത്യം ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. മറിച്ച് മുൻവിധികളോടുകൂടി, ഹവയോട് കൂടിയിട്ട്, പക്ഷപാതിത്വത്തോടുകൂടി സത്യത്തെ നിങ്ങൾ സമീപിച്ചാൽ നിങ്ങൾ നല്ല കൗമാണ് ഉസൈറുബിനുള്ള എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞ അത് എന്റെ തെറ്റിൽ ശരിക്ക് അവരുടെ മനസ്സ് പോകുക ചെയ്യൂല. നിങ്ങൾ നല്ലോലാകുമായിരുന്നു മാഷാ അല്ലാഹ് വശാ മുഹമ്മദ് പറഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ കൊലത. ക്രിസ്ത്യാനികളോട് പറയുന്നു നിങ്ങൾ നല്ല കൗമാകുമായിരുന്നു മസീഹുബ്നുള്ള എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ഈസ അള്ളാന്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, ആ ഹവ അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് അവര് അതിനെ വിശകലനം ചെയ്യാനും അതിന്റെ തെറ്റ് മനസ്സിലാക്കാനും തയ്യാറാകുന്നില്ല. അതവിടെ നിർത്തിയിട്ട് നിങ്ങൾ നല്ല കൗമാകുമായിരുന്നു മാഷാ അല്ലാഹ് ഷാ മുഹമ്മദ് നിങ്ങൾ പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് തിരിച്ചടിക്കാൻ. ഇങ്ങനെയാണ് ഹവയുള്ള ഒരാൾ എപ്പോഴും ചെയ്യുള്ളൂ. അതുകൊണ്ട് സത്യം നിങ്ങൾക്ക് പുലരണമെങ്കിൽ, സത്യത്തെ നിങ്ങൾക്ക് പുൽകണമെങ്കിൽ, അതിനെ നിങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ, അതിനെ മുറുകെ പിടിക്കണമെങ്കിൽ അതിന്റെ ആദ്യത്തെ നിബന്ധന തജ്രീദുൽ ഖൽബ് അനിൽ അഹ്വാ, ഹൃദയത്തെ നിങ്ങൾ മുക്തമാക്കിയിരിക്കണം മുൻവിധികളിൽ നിന്ന്, പക്ഷപാതിത്വങ്ങളിൽ നിന്ന്. മുൻവിധികളും പക്ഷപാതിത്വങ്ങളും ഇല്ലാത്ത മുജറദായ ഒരു ഖൽബ് കൊണ്ട് നിങ്ങൾ സത്യം അന്വേഷിച്ചെങ്കിലേ സത്യം കാണുമ്പോൾ നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞതുപോലെ എപ്പുറത്തുള്ളത് എണ്ണാൻ തുടങ്ങും. ഇതാണ് ഉണ്ടാവുക. അസ്സാലിസത്തു, മൂന്നാമത്തെ മസ്അല, ഖൗലുഹു അജഅൽതനി ലില്ലാഹി നിദ്ദൻ ഫകൈഫ ബിമൻ ഖാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് പറയുന്നു അല്ലാഹു താങ്കൾ ഉദ്ദേശിച്ചത് പ്രകാരം എന്ന് പറഞ്ഞപ്പോ നബി അയാളോട് ചോദിച്ചത് അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ അല്ലാഹുവിനുള്ള ഒരു സമനായിട്ട് എന്നെ കണക്കാക്കുകയാണോ? അയാളോട് ആ ശിർക്കുൻ അസ്ഗർ ചെയ്തിട്ടുള്ള വാക്കിൽ വന്നുപോയിട്ടുള്ള ശിർക്ക്, അത് ശിർക്കുൻ അസ്ഗർ, അയാളോട് നബി അജഅൽതനി ലില്ലാഹി നിദ്ദ എന്ന് പറയുന്നു. എങ്കിൽ ഇന്ന് മാല ചൊല്ലുന്ന ആളുകൾ, ആ മാലയിലുള്ള ഒരു വചനം നിങ്ങൾ നോക്കൂ, യാ അക്റമൽ ഖൽഖി മാലി മൻ അലൂദു ബിഹി സിവാക ഇൻദ നുസൂലിൽ ഹാദിസിൽ അമമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടാണ് ദുആ ചെയ്യുന്നത്. അക്റമുൽ ഖൽഖായിട്ടുള്ള നബിയെ, സൃഷ്ടികളിൽ സർവശ്രേഷ്ഠനായ നബിയെ, യാ മാലി മൻ അലൂദു ബിഹി സിവാക, താങ്കളല്ലാതെ നബിയെ അങ്ങല്ലാതെ മറ്റൊരാളോടും എനിക്ക് അഭയം ചോദിക്കാറില്ല. അന്യത്ര സർവത്ര വ്യാപകമായ ആപത്തുകൾ വന്നിറങ്ങുമ്പോൾ, സംഭവിക്കുമ്പോൾ എനിക്ക് അഭയം തേടാൻ, എനിക്ക് രക്ഷ ചോദിക്കാൻ നബിയെ താങ്കളല്ലാതെ മറ്റാരുമേയില്ല.
വഇല്ലാ ഫഖുൽ യാ ദല്ലത്തുൽ ഖദമി, അങ്ങയുടെ ഔദാര്യം കൊണ്ട് എന്റെ കൈപിടിച്ച് എന്നെ താങ്കൾ രക്ഷിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്റെ കാലിടറി ഞാൻ വീണുപോയത് തന്നെ, നാശത്തിന്റെ കുഴിയിൽ ഞാൻ പോയി ആവതിച്ചത് തന്നെ. ഇത് നബിയോട് ഇങ്ങനെ ഇസ്തിഗാസ നടത്തുന്ന ആളുകൾ അവരുടെ കാര്യം എന്തായിരിക്കും? മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതാണ് നബി ചോദിക്കുന്നത്. ജഅൽതനി ലില്ലാഹി നിദ്ദ, ഈ മാല ചൊല്ലുന്ന ഇതുപോലുള്ള കവിത ചൊല്ലുന്ന ആളുകളോടൊപ്പം എന്തായിരിക്കും ചോദിക്കേണ്ടത്? എന്റെ മസലാണ് അതിന് ശേഷമുള്ള പിന്നെ അതിന്റെ ശേഷം വരുന്ന പൈസ ഇതിനേക്കാൾ അബദ്ധമാണ്. അതിന്റെ ശേഷം വരുന്ന വരിയിൽ فإن من جودك الدنيا وضرتها ومن علومك علم اللوح والقلم, കാരണം നിന്റെ ദാനത്തിൽപ്പെട്ടതാണ്, നബിന്റെ ദാനമാണ് ദുനിയാവും പരലോകവും. അതുപോലെ തന്നെ വമിൻ ഉലൂമിക്, നബിയെ താങ്കൾ സ്വായത്തമാക്കിയ ഇൽമിൽപ്പെട്ടതാണ് ഇൽമുൽ ലൗഹി വൽ ഖലമി, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയ ഇൽമു മുഴുവനും, കലം കൊണ്ട് എഴുതപ്പെട്ട ഇൽമു മുഴുവനും എന്നൊക്കെ പിന്നെ നബിയെ കുറിച്ച് പറയുന്നത്. ഇങ്ങനെ പറയുന്ന ഒരാളെ കുറിച്ച് പിന്നെ എന്ത് പറയേണ്ടി വരും? റസൂലുള്ളാഹി ജഅൽതനി ലില്ലാഹി നിദ്ദൻ എന്ന് ചോദിക്കാൻ എന്റെ അയാളുടെ നാവിൽ നിന്ന് വരേണ്ടി വന്നു മാഷാ അല്ലാഹ് വശിഅ്തു എന്ന് മാത്രം. പിന്നെ അർറാബിയത്തു, നാലാമത്തെ മസ്അല, അന്ന ഹാദാ ലൈസ മിന അശ്ശിർക്കിൽ അക്ബർ ലിഖൗലിഹി യംനഉനി കദാ വകദാ. മാഷാ അല്ലാഹ് വശിഅ്തു എന്ന് പറയുന്നത് ശിർക്കുൽ അക്ബർ അല്ല, അത് ശിർക്കുൽ അസ്ഗർ. ശിർക്കുൽ അക്ബർ ആയിരുന്നുവെങ്കിൽ അത് ആദ്യത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് തടഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. കാരണം ശിർക്കുൽ അക്ബറിന്റെ എല്ലാ മവാഹിറുകളും ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ, ആദ്യ സന്ദർഭത്തിൽ തന്നെ നബി തടുത്തു പോയിട്ടുണ്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാ കാരണത്താൽ അത് അവരെ തടുക്കാതെ നിന്നിരുന്നു. അത് അള്ളാഹു അവസാനിപ്പിച്ച് അതും കൂടി പൂർത്തീകരിക്കണം. റസൂലുള്ളാഹിന്റെ തബ്ലീഗ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീന് പൂർത്തീകരിച്ച് അവർക്ക് എത്തിച്ചു കൊടുക്കണം. ആ പൂർത്തീകരണത്തിൽ ഈ ശിർക്കുൽ അസ്ഗറാണ്. അതുകൊണ്ട് അതിന്റെ ഈ മദ്ഹർ കൂടി അവസാനിപ്പിക്കാൻ, അതുകൊണ്ടാണ് പിന്നീട് കൽപ്പന വന്നത്. പിന്നെ അൽ ഖാമിസത്തു, അഞ്ചാമത്തേത്, അന്ന റുഅ്യ സ്വാലിഹ മിൻ അഖ്താമിൽ വഹി, നല്ല സ്വപ്നങ്ങൾ വഹിയിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. വഹി എന്ന് പറഞ്ഞാൽ 46 തരത്തിലുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നല്ല വഹി, നല്ല സ്വപ്നങ്ങൾ. വഹിയിൽ 46 പാർട്ട് ഉണ്ട് എന്നാണ് ഹദീസിലുള്ളത്. അതിലെ ഒരു പാർട്ടാണ് നല്ല സ്വപ്നങ്ങൾ. അമ്പിയാക്കന്മാരുടെ സ്വപ്നങ്ങൾ വഹി തന്നെയാണ്. അമ്പിയാക്കന്മാരല്ലാത്തവരുടെ സ്വപ്നങ്ങളും അത് ചിലപ്പോൾ വഹിയാകും. പക്ഷെ അത് വഹിയാണെന്ന് അവനവൻ പറഞ്ഞാൽ പോരാ, റസൂലുള്ളാഹി അത് വഹിയാണ് എന്ന് തഖ്രീർ ചെയ്യണം. ബിലാൽ റളിയല്ലാഹു അൻഹു സ്വപ്നം കണ്ടിട്ടുണ്ട്, അത് റസൂലുള്ളാഹി തഖ്രീർ ചെയ്തു, ആ സ്വപ്നം വഹിയാണെന്ന് പറഞ്ഞു. ബാങ്ക് അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ പല കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാര് കണ്ട സ്വപ്നങ്ങൾ, ആ റുഅ്യ സ്വാലിഹ, അത് വഹിയായിട്ട് അംഗീകരിക്കപ്പെടുകയാണ്. അങ്ങനെ നല്ല സ്വപ്നങ്ങൾ വഹിയുടെ ഭാഗമാണ്. പക്ഷേ നബിയുടേതല്ലാത്ത സ്വപ്നങ്ങൾ വഹിയുടെ ഭാഗമാണ് എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ റസൂലുള്ളാഹി അതിന്മേൽ തഖ്രീർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ അസ്സാദിസത്തു, ആറാമത്തേത്, അന്നഹാ തകൂനു സബബൻ ലിശർഇ ബഅ്ദിൽ അഹ്കാം, ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ ശർഇന്റെ ചില ഹുക്കുമുകൾ അത് സ്ഥിരീകരിക്കാൻ, ഹുക്കുമുകൾ ബയാൻ ചെയ്യാൻ അത് ഇറക്കുന്നതിന് കാരണമാകും. തുഫൈലിന്റെ ആ സ്വപ്നമാണ്. ഇത് സംബന്ധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാ വാതിലും മുട്ടിച്ച് പൂർണ്ണമായുള്ള ഹുക്കുമ് മാഷാ അല്ലാഹു വശാഅ ഫുലാൻ എന്നുള്ളത് പറയരുത്. നിങ്ങൾക്ക് പറയാവുന്ന മാഷാ അല്ലാഹു വഹ്ദഹു. കൂട്ടത്തില് അനസ് ഇവിടെ എഴുതി തന്നിട്ടുള്ള കാര്യം, ആ ഹദീസിന് അങ്ങനെ ഒരു വ്യാഖ്യാനം ഉണ്ട്. 2 വ്യാഖ്യാനങ്ങളുണ്ട്. അതിന്റെ വ്യാഖ്യാനാണ് ജൂതൻ വന്നിട്ട് നബിയോട് ഇങ്ങോട്ട് പറഞ്ഞു, അതുകൊണ്ട് സത്യം ആരുടെ വാക്കിൽ നാവിൽ നിന്ന് വന്നാലും സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടൊരു മസനദി കൊടുത്തിട്ടുണ്ടാകണം. അത് നമ്മൾ വായിച്ചതിൽ കണ്ടില്ലല്ലോ. ഇല്ല, അങ്ങനെ ഒരു മസനയും കൂടി ഇതിലില്ലേ? മസായിലുകളില് മാരിഫത്തുൽ യഹൂദില്ല, ഇതിന്റെ 39 ഇത് 2 ബാബും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. ഈ സംഭവം അനസ് പറഞ്ഞതുപോലുള്ള വ്യാഖ്യാനം എടുക്കുന്ന ആളുകൾ അതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്യുന്ന മസലകളിൽ പെട്ടതാണ്. ശൈഖുൽ ഇസ്ലാം ഇതിൽ ഇസ്തിംബാത്ത് ചെയ്ത് കൊടുത്തിട്ടില്ല, സത്യം ആരിൽ നിന്നും സ്വീകരിക്കണം. കാരണം ആ വ്യാഖ്യാനം ചേർത്ത്, അഥവാ ജൂതൻ വന്നിട്ടാണ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, സുഫൈലിന്റെ സ്വപ്നപ്രകാരമല്ല, ജൂതൻ ശ്രദ്ധയിൽപ്പെടുത്തിയത് കൊണ്ടാണ് എന്നൊരു വ്യാഖ്യാനമാണ്. ആ വ്യാഖ്യാന പ്രകാരം ജൂതൻ വന്നിട്ട് പറയുന്നു, മുഹമ്മദ് നബിയെ നിങ്ങളുടെ കൗമ്, നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൗമ്, അവരുടെ അടുക്കൽ ഇപ്പോഴും ശിർക്കുൽ അസ്ഗർ. ഏതാണ്? മാഷാ അല്ലാഹു വശാ മുഹമ്മദ്. അതിന്റെ തസ്ലിയത്തുണ്ട്, ആ തസ്ലിയത്ത് ശിർക്കുൽ അസ്ഗറാണ്. ജൂതൻ അത് ശ്രദ്ധപ്പെടുത്തിയപ്പോ ജൂതനാണ് പറഞ്ഞത് നമ്മൾ സ്വീകരിക്കൂല എന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൗമിനെ തന്റെ അനുചരന്മാരെ ഉണർത്തി, നിങ്ങൾ ഒരിക്കലും തന്നെ മാഷാ അല്ലാഹു വശാ മുഹമ്മദ് പറയരുത്, മാഷാ അല്ലാഹു വഹ്ദഹു.
അപ്പൊ അതിനുള്ള ഫായിദ എന്തായിരിക്കും? സത്യം ആരിൽ നിന്ന് വന്നാൽ തഖ്ബലുഹു മിൻ അദുവിക് കമാ തഖ്ബലുഹു മിൻ ഹമീലിക്, നിന്റെ ഉറ്റ സുഹൃത്തിൽ നിന്ന് നീ സത്യം സ്വീകരിക്കുന്നത് പോലെ നിന്റെ ശത്രു പറഞ്ഞാലും സത്യം സത്യമാണ്, അത് സ്വീകരിക്കുക. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.